ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സുൽത്താൻ ക്രിയേഷൻസ്. ഈ കാണുന്നതൊക്കെയും സത്യമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെയും വിശ്വസിക്കാം എന്നായിരിക്കും എല്ലാവരുടെയും മറുപടി. പക്ഷെ മാജിക്കിന്റെ ലോകത്ത് നമ്മുടെ കണ്ണുകൾ തന്നെയാണ് നമ്മളെ ചതിക്കുന്നത്. മാജിക് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നൗ യു സീ മീ എന്ന 2013 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ റോബറി ത്രില്ലർ സിനിമയാണ്. ദി 4 ഹോഴ്സ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്ന 4 മജീഷ്യന്മാരുടെ കഥ. എന്റെ പൊന്നെ, കാണുന്ന എല്ലാവരെയും തലകറക്കി കുഴപ്പിക്കുന്ന ഒരു സിനിമയാണ്. ലോകത്തെ തന്നെ വിറപ്പിക്കുന്ന ബാങ്ക് കവർച്ച, കോടികൾ മോഷ്ടിച്ച് അത് ലൈവായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷെ പോലീസിനോ FBI-ക്കോ എന്തിന് ഇന്റർപോളിന് പോലും ഇതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തവണ്ണം മാസ്റ്റർ പ്ലാനിംഗ് ആണ് ഇതിന് പിന്നിൽ. അവസാനം എല്ലാരെയും ഞെട്ടിച്ച് ആരും പ്രതീക്ഷിക്കാത്ത വണ്ണം വമ്പൻ ട്വിസ്റ്റുകളും തുടക്കം മുതൽ അവസാനം വരെയും അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം ചെയ്തു വെച്ചേക്കുന്ന ഒരു കിഡിലൻ സിനിമ. ഈ സമയം ഒരു കാര്യം പറയുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതിനു മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത വാൾട്ടുവാൾ എന്ന കൊറിയൻ സിനിമ എനിക്ക് സാധാരണ കിട്ടുന്ന 30-50 വ്യൂസിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ട് ഇപ്പോൾ 1K കഴിഞ്ഞിരിക്കുന്നു. അത് കണ്ട് ഞാൻ തന്നെ അന്തം വിട്ടിരിക്കുവാണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ചെയ്തതിനുള്ള ഒരു ചെറിയ ബലമെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള. ഇനിയും നമ്മുടെ മുത്തുകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, മലയാളത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ കമന്റിൽ എഴുതി അറിയിക്കൂ. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി കൂടുതലൊന്നും പറഞ്ഞ് ബോറാക്കി അലമ്പാക്കുന്നില്ല. ഈ സിനിമ എന്താണെന്ന് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ സിനിമാ കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ ഇതിലേക്ക് നോക്കാം. ഇതിന്റെ ആദ്യം തന്നെ ചിക്കാഗോ എന്ന വലിയൊരു സിറ്റി കാണിക്കുന്നു. അവിടെ ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ കൂടി എന്തോ നോക്കുന്നുണ്ട്. വേറൊന്നുമില്ല, അവിടെ ഒരാൾ മാജിക് കാണിക്കുന്നു. ഇതാണ് നമ്മുടെ ഹീറോ ഡാനിയൽ അറ്റ്ലസ്. പുള്ളി ഇത്തിരി അഹങ്കാരമുള്ള ഒരു സ്ട്രീറ്റ് മജീഷ്യനാണ്. ഡാനിയൽ അവിടെ ഒരു പെണ്ണിന് മുന്നിൽ കുറച്ച് കാർഡ് വെച്ച് അവളോട് അതിലൊരെണ്ണം മനസ്സിൽ വിചാരിക്കാൻ പറയും. അവൾ ഒരെണ്ണം മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് ഹീറോ കുറച്ച് കാർഡ് അവളുടെ മുന്നിൽ കാണിച്ച് നീ വിചാരിച്ച കാർഡ് ഇതിലുണ്ടോ എന്ന് ചോദിക്കും. അതിലില്ല എന്ന് അവൾ പറയും. ഹീറോ ഉടനെ ആ കാർഡുകൾ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ വലിയൊരു ബിൽഡിങ്ങിൽ ഈ പെണ്ണ് മനസ്സിൽ വിചാരിച്ച നമ്പർ തെളിയും. എല്ലാവരും ഇത് കണ്ട് ഞെട്ടി ഹീറോനെ പുകഴ്ത്തും. അപ്പോൾ ഈ കാണികളുടെ കൂട്ടത്തിൽ ഒരാള് ഹീറോനെ വാച്ച് ചെയ്യുന്നുണ്ട്. അടുത്ത സീനിൽ ന്യൂ ഓർലിയൻസ് എന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഒരാൾ ഒരു സ്ത്രീയെ ഹിപ്നോട്ടിസം ചെയ്യുന്നു. ഇതാണ് ഈ സിനിമയിലെ അടുത്ത ഹീറോ, മെറിറ്റ് മക്കിനി. പുള്ളി ഒരുപാട് ടാലന്റ് ഉള്ള ഒരു ഹിപ്നോട്ടിസ്റ്റ്, മെന്റലിസ്റ്റ് ഒക്കെയാണ്. പുള്ളി ആ സ്ത്രീയെ ഹിപ്നോട്ടിസം ചെയ്ത് കഴിഞ്ഞ് അവരെ ഉണർത്തി എന്റെ കയ്യിലെ ഈ നോട്ട് മേടിക്കാൻ പറയും. ആ സ്ത്രീക്ക് അവിടെ നിന്ന് അനങ്ങാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റില്ല. ശരി, നിങ്ങൾ പേടിക്കണ്ട, അവിടെ നിൽക്ക്, ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ തലയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകും. അയാള് വേണ്ട ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചെയ്യല്ലേ എന്ന് പറയും. മെറിറ്റ് അയാളോട് ഓരോന്ന് ചോദിച്ച് മനസ്സിലുള്ളതെല്ലാം പറയാതെ പറയിപ്പിക്കും. അയാൾ വേറൊരു പെണ്ണിന്റെ ഓർമ്മയിലാണ് നടക്കുന്നത്, അവളുമായിട്ട് കറങ്ങാൻ പോയതൊക്കെയും പറയിപ്പിക്കും. പുള്ളിയുടെ ഭാര്യ ഇത് കേട്ട് കലിതുള്ളി നിൽക്കുവാണ്. പക്ഷെ അവർക്ക് അവിടെ നനങ്ങാൻ കഴിയില്ല. മെറിറ്റ് നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിൽ നിന്ന് ഇതൊക്കെ മാഞ്ഞു പോകണമെങ്കിൽ പൈസ തരാൻ പറയും. അയാള് നീ ഇങ്ങനെ എല്ലാരെയും ഊറ്റുന്നവരാണല്ലടാ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് മെറിറ്റ് വീണ്ടും ആ സ്ത്രീയെ മയക്കും. ഈ ഭർത്താവ് അവിടെ ഇവൻ തേച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. പക്ഷെ മെറിറ്റ് ആളൊരു പുലിയാണ്. ആ സ്ത്രീയെ ഉണർത്തി കഴിഞ്ഞ് അവർക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ അടിയുണ്ടാവാതെ അവരവിടെ നിന്ന് പോകും. ഈ സമയം അതിന് പുറത്തു നിന്ന് ഡാനിയലിനെ വാച്ച് ചെയ്ത അതേ ആള് മെറിറ്റിനെ നോക്കുന്നുണ്ട്. അടുത്ത സീനിൽ ന്യൂയോർക്കിൽ ഒരു കപ്പലിനകത്ത് ഒരാൾ വന്ന് ഞാനൊരു മജീഷ്യനാണ്, ഞാൻ ചെയ്യുന്ന മാജിക്കിലെ ട്രിക്ക് കണ്ടുപിടിക്കുന്ന ആൾക്ക് $100 തരാന്ന് പറയും. ഇതാണ് ഈ സിനിമയിലെ മൂന്നാമത്തെ ഹീറോ, ജാക്ക് വൈൽഡർ. ജാക്ക് ഒരു സ്പൂൺ എടുത്ത് അതിനെ ഒരു കയ്യിൽ വെച്ച് മറ്റേ കൈ തൊടാതെ അതിനെ വളച്ചൊടിക്കുന്നതായി കാണിക്കും. എല്ലാരും കണ്ട് ആഹാ കൊള്ളാലോ നീ. എന്നാൽ ഇത് കാണുന്ന കൂട്ടത്തിൽ ഒരുത്തൻ വന്ന് ജാക്കിന്റെ കയ്യിലുള്ള ഒടിയാത്ത സ്പൂൺ എടുത്ത് ട്രിക്ക് പൊളിക്കും. അവൻ $100 കൊടുക്കാൻ പറയും. എന്തായാലും നമ്മുടെ ചെക്കന്റെ സംഭവം പൊളിഞ്ഞു. ഇനി പൈസ കൊടുത്തേ പറ്റൂ. ജാക്ക് വേറെ വഴിയില്ലാതെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് അവന് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. ജാക്ക് പോകുന്ന വഴിയിൽ മറ്റു 2 ഹീറോസിനെ നോക്കിയ ആള് ജാക്കിന്റെ ദേഹത്ത് വന്നിടിച്ച് അവനെ നോക്കുന്നുണ്ട്. ഇവിടത്തെ സംഭവം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടതല്ല ജാക്ക് കാണിച്ച മാജിക്, അവിടെയാണ് ജാക്കിന്റെ ട്രിക്ക്. ഈ പൈസ മേടിച്ചവൻ അവന്റെ പേഴ്സ്, വാച്ച് എല്ലാം ജാക്ക് മോഷ്ടിച്ചു. എന്നിട്ട് അതിൽ നിന്നാണ് $100 എടുത്ത് അവന് കൊടുത്തത്. ഇത് അവൻ മനസ്സിലാക്കി ജാക്കിനെ പിടിക്കാൻ പറയുന്നതും ജാക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ജാക്ക് വൈൽഡർ ഒരു സ്ട്രീറ്റ് മജീഷ്യനും അപകടം പിടിച്ച സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മിടുക്കനും ആളുകളെ പറ്റിക്കാൻ സമർത്ഥനുമാണ്. അടുത്ത സീനിൽ ലോസ് ആഞ്ചലസ് എന്ന വലിയൊരു സിറ്റി കാണിക്കുന്നു. അവിടെ ഒരു പരിപാടിയിൽ നിൽക്കുന്ന ഒരു പെണ്ണാണ് നമ്മുടെ സിനിമയിലെ ഹീറോയിൻ. ഞാൻ നമ്മുടെ ചാനലിൽ 4 സിനിമ ചെയ്തു. ആ 4 സിനിമയിലും നിർഭാഗ്യം വെച്ചാൽ ഹീറോയിൻ ഇല്ലായിരുന്നു. എന്തായാലും ഈ സിനിമയിലെങ്കിലും ഹീറോയിനെ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ സന്തോഷിക്കുന്നു. ഹെൻലി റീവ്സ് എന്നാണ് അവളുടെ പേര്. ഹെൻലി കയ്യിലും കാലിലും ചങ്ങല കൊണ്ട് ലോക്ക് ചെയ്ത് അവിടെ വെള്ളം നിറച്ചിട്ടുള്ള ഒരു ബോക്സിനകത്തേക്ക് ചാടാൻ പോകുന്നു. ടൈമർ 0-ൽ മാംസഭോജികളായ പിരാന മീനുകളെ ഇതിനകത്തേക്കിടും. അതിനു മുന്നേ ഞാൻ ഈ ലോക്ക് അഴിച്ച് രക്ഷപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ അതിനകത്തേക്ക് എടുത്ത് ചാടും. അവൾ ഓരോ ലോക്കായിട്ട് അഴിക്കാൻ തുടങ്ങും.
എന്നാൽ കാലിലെ ലോക്ക് മാത്രം അഴിക്കാൻ കഴിയില്ല. ടൈം പൊക്കോണ്ടിരിക്കുവാണ്. അവസാനം അവൾക്ക് ശ്വാസം കിട്ടാതെ വരും. ഇത് ശരിക്കും സംഭവിക്കുന്നതാണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഹീറോയിൻ അതിനകത്ത് കടന്ന് പിടയുവാണ്. ആ കാണികളുടെ കൂട്ടത്തിൽ ഒരാൾ വന്ന് ആ ബോക്സ് പൊട്ടിക്കാൻ നോക്കിയിട്ട് അതും നടക്കുന്നില്ല. എങ്ങനെയൊക്കെയോ അവസാനം അവൾ കാലിലെ ലോക്ക് അഴിച്ച് മുകളിലേക്ക് വരുന്നതും ടൈമർ 0 എത്തിക്കഴിഞ്ഞു. മീനുകളെ തുറന്ന് അതിലേക്കിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഞെട്ടിത്തരിച്ചു നിൽക്കുവാണ്. കുറച്ചു കഴിഞ്ഞ് ആ ബോക്സിലെ വെള്ളമൊക്കെ രക്ത കളറായി മാറും. എല്ലാവരും അവൾ മരിച്ചു എന്ന് വിചാരിച്ച് പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പെണ്ണ് അവിടെ അവരുടെ കൂട്ടത്തിൽ തന്നെ നിൽപ്പുണ്ട്. ഹെൻലി റീവ്സ്, മരണത്തെ പോലും മറികടക്കുന്ന എസ്കേപ്പ് ആർട്ടിസ്റ്റ്, ഒരു പേടിയുമില്ലാതെ ധൈര്യത്തോടെ എല്ലാം ചെയ്യുന്നവൾ. അവിടെയും ഒരാൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഡാനിയലിനെ കാണിക്കും. അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. അവൾ അവനെ വശീകരിക്കാൻ നോക്കുവാണ്. എന്നാൽ അവന്റെ മൈൻഡ് ഒക്കെ വേറെ എവിടെയോ ആണ്. അങ്ങനെ അവൻ അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന സമയം ഒരു കാർഡ് അവിടെ ഇരിക്കുന്ന കാണും. ആ പെണ്ണിനോട് അവൻ നീ ഇപ്പൊ ഇവിടെ നിന്ന് പോണോന്ന് പറയും. അവള് ഇതെന്തൊരു കഷ്ടമാണ് പോടാ തെണ്ടി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. ഡാനിയൽ വന്ന് കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു കണ്ണിന്റെ ചിത്രം, പിന്നെ മാർച്ച് 29 45 ഈസ്റ്റ് ഇവൻ സ്ട്രീറ്റ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ജാക്ക് അവൻ മോഷ്ടിച്ച പണം പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയം അവനും ആ കണ്ണിന്റെ ചിത്രമുള്ള കാർഡ് കിട്ടും. മെറിറ്റ് അവന്റെ പണിയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരം അവിടെ ഒരു കാർഡ് കാണും. അവർക്ക് കിട്ടിയ അതേ കണ്ണിന്റെ ചിത്രമുള്ള കാർഡ്. ഹെൻലിയും അവളുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോകാൻ നേരം ആ ബോക്സിനകത്ത് കണ്ണിന്റെ ചിത്രമുള്ള ഒരു കാർഡ് കാണും. അടുത്ത സീനിൽ കാർഡിൽ പറഞ്ഞതുപോലെ മാർച്ച് 29 4:44 എന്ന സമയത്ത് അവർ 3 പേരും ആ സ്ഥലത്ത് വരും. ജാക്ക് അവിടെ എത്തിയിട്ടില്ല. അവിടെ ഒരു ഡോർ ഉണ്ട്, അത് ലോക്കാണ്. ഇവർ 3 പേരും തമ്മിൽ ഭയങ്കര ഈഗോ സംസാരമാണ്. മുൻപ് ഡാനിയലിന്റെ സഹായം കാമുകയായിരുന്നു നമ്മുടെ ഹീറോയിൻ ഹെൻലി. ഈ സമയം മെറിറ്റ് ഹെൻലിയെ ട്യൂൺ ചെയ്യുവാണ്. ഡാനിയൽ എല്ലാം വിട്ടുവെങ്കിലും അത് കാണുമ്പോൾ അവന് ചെറുതായി ദേഷ്യം വരും. ആ സമയം അവിടേക്ക് ജാക്ക് വരും. ജാക്ക് വന്ന് അവരെ കാണുമ്പോൾ തന്നെ നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം, നിങ്ങളുടെ മാജിക് ഒക്കെ ഒരുപാട് കാണാറുണ്ട്, ഞാൻ നിങ്ങളെയാണ് എന്റെ മാതൃകയാക്കുന്നത്. അപ്പം മെറിറ്റ് നിനക്ക് കാർഡ് കിട്ടിയോ എന്ന് ചോദിക്കും. അവൻ കിട്ടിയെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലെ കാർഡ് കാണിക്കും. 4 കാർഡും കണ്ണിന്റെ ചിത്രമുള്ളതാണ്. എന്നാൽ അതിന്റെ പുറകിൽ 4 വ്യത്യസ്തമായ ചിത്രമുണ്ട്. ഡെത്ത്, ദി ഹൈ പ്രീസ്റ്റസ്, ലവർ, ഹെർമിറ്റ്. ഇതാണ് അവരുടെ കയ്യിലെ കാർഡ്സ്. നമ്മൾ ആരെങ്കിലും കാത്തിരിക്കുവാണോ എന്ന് ജാക്ക് ചോദിക്കും. അങ്ങനെയല്ല, ഇത് പൂട്ടിയിരിക്കുവാണെന്ന് അവർ പറയും. അതൊരിക്കലും പൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ചെറുക്കം വന്ന ഉടനെ തന്നെ ഡോർ തുറന്ന് മാസ് കാണിക്കും. അവരകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ തറയിൽ എന്തോ ഒരു അടയാളമുണ്ട്. പിന്നെ ഒരു പേപ്പറിൽ ഇപ്പോൾ ഒന്നുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് കാണും. ഹെൻലി അവിടെ കടന്ന പൂവെടുത്ത് അവിടെയുള്ള ഒരു ഗ്ലാസ്സിൽ വെക്കും. അപ്പോഴേക്കും ആ ഗ്ലാസ്സിലെ വെള്ളം അവിടെ ഉണ്ടായിരുന്ന അടയാളത്തിലേക്ക് ഒഴുകിയിറങ്ങും. ആ അടയാളം വെള്ളം നിറഞ്ഞ ഉടൻ അത് താഴേക്ക് പോയി അതിനകത്തുനിന്ന് പുക വരും. ഇതെന്താണെന്ന് മനസ്സിലാവാതെ നമ്മുടെ ആൾക്കാർ അവിടെ നിന്ന് പിറുവിറുക്കുന്നുണ്ട്. ആ സമയം മെറിറ്റ് അവിടെയുള്ള ഒരു ലൈറ്റ് പിടിച്ച് തിരിക്കുന്നതും അവിടെ ഒരു ബ്ലൂ പ്രിന്റ് തെളിഞ്ഞു വരും. എല്ലാവരും അത് കണ്ട് അത്ഭുതപ്പെടും. ഇത് ചെയ്തത് ആരായിരുന്നാലും അയാൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ അവിടെയാണ് സിനിമയുടെ പേര് തെളിഞ്ഞു വരുന്നത്, നൗ യു സീ മീ. ഡാനിയൽ അറ്റ്ലസ്, മെറിറ്റ് മെക്കിനി, ജാക്ക് വാൽഡർ, ഹെൻലി റീവ്സ് 4 പേരും ഒരുമിച്ച് ലാസ് വെഗാസിലെ വലിയൊരു ഷോയിലെത്തുന്നു. അവിടെ നിന്ന് അവർക്ക് പുതിയ പേര് വരുന്നു, ദി 4 ഹോഴ്സ്മാൻ. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. അവർ കാണികളോട് പറയും, മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു മാജിക്കാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതുവരെ ലാസ് വെഗാസിലെ സ്റ്റേജ് ഷോയിൽ ആരും ചെയ്യാത്തത്. നമ്മൾ ഇന്നൊരു ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ കാണികൾ ചീർ ചെയ്യാൻ തുടങ്ങും. ഈ കാണികൾക്കിടയിലൂടെ ക്യാമറ ഫോക്കസ് ചെയ്ത് ഒരാളെ കാണിക്കും. അത് മറ്റാരുമല്ല, മോർഗൻ ഫ്രീമാൻ. ക്യാരക്ടർ നെയിം തേഡിയോസ് ബ്രാഡ്ലി. പുള്ളി ഈ സിനിമയിലെ ഒരു മെയിൻ ആണ്. അത് നമുക്ക് വഴിയേ മനസ്സിലാവും. ബ്രാഡ്ലി അതിനകത്തിരുന്ന് വീഡിയോ എടുക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല. ബ്രാഡ്ലിയും ഓക്കെ അങ്ങനെയാണോ, എന്നായിക്കോട്ടെ, അപ്പോൾ സ്റ്റാഫ് ഇത് ഞങ്ങളുടെ കയ്യിൽ തരണം, ഇവിടുന്ന് പോകുന്ന സമയം തിരിച്ചു തരാമെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കൊണ്ടുപോകും. നമ്മുടെ ആൾക്കാർ കാണികളോട് ചോദിക്കും ഏത് ബാങ്കാണ് മോഷ്ടിക്കേണ്ടത്. അതിന് ആൾക്കാർ പല ബാങ്കുകളുടെയും പേര് പറയും. ഇതിപ്പോ ഒരുപാടുണ്ടല്ലോ, എന്തായാലും നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ തന്നെ റാൻഡമായി തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞ് ജാക്കിന്റെ കയ്യിൽ ഏത് സെക്ഷനിൽ നിന്ന് ആളെ സെലക്ട് ചെയ്യണമെന്നുള്ള നമ്പർ വെച്ച ബോൾസ് ഉണ്ട്. കാണികളിൽ തന്നെ ഒരാളെ കൊണ്ട് ബോൾ എടുപ്പിച്ച് ആ സെക്ഷൻ നമ്പർ ബി ആണെന്ന് അവർ പറയും. അടുത്ത് മെറിറ്റ് ഒരാളെ കൊണ്ട് ബോൾ എടുപ്പിക്കും. അതിൽ ഏത് വരിയിൽ ആള് വേണം എന്നുള്ളതാണ്. അവസാനം ഹെൻലിയും ഒരാളെ കൊണ്ട് ബോൾ എടുപ്പിക്കും. അതിലെ നമ്പർ 13 ആണ്. സെക്ഷൻ ബിയിലെ 5ാമത്തെ വരിയിലെ 13ാം നമ്പർ സീറ്റിലിരിക്കുന്ന ആളെയാണ് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അയാളെ എണീപ്പിച്ച് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബാങ്കിന്റെ പേര് എന്താണെന്ന് പറയാൻ പറയും. എന്റെ പേര് ഇറ്റിയൻ ഫോഴ്സിയർ, എന്റെ ബാങ്ക് ക്രെഡിറ്റ് റിപ്പബ്ലിക്കാൻ ഡേ പാരീസ് ആണെന്ന് അയാൾ പറയും. ഇത് കേട്ട് ഡാനിയൽ, ഓ അത്രയും വലിയ ബാങ്ക് ആയിരുന്നോ, അവിടെ ഇപ്പോൾ ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റംസ് ഉണ്ടാവുമല്ലോ. ഒക്കെ സാരമില്ല, വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. നമ്മുടെ ആൾക്കാർ ആ സ്റ്റേജിലേക്ക് അയാളെ വിളിക്കും. ഇയാളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന സമയം ഇവർ പറയും, നമുക്ക് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട്, അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു സാധാരണ മജീഷ്യന്മാർ ആയിരിക്കുമായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ വരെ ഞങ്ങളെ എത്തിച്ചത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അദ്ദേഹത്തിന്റെ പേര് ആർത്തർ ടെസ്ലർ. അങ്ങനെ അയാളെയും പരിചയപ്പെടുത്തി കഴിഞ്ഞ് ഇറ്റിയൻ എന്ന ആളുടെ തലയിൽ ഒരു ഹെൽമറ്റ് വെക്കും. ഇതൊരു ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽമറ്റ് ആണ്. നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ വാൾട്ടിലേക്ക് അയക്കാൻ പോകുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിലെ മൈക്കിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാനും കഴിയും. അപ്പോൾ ഡാനിയൽ വന്ന് പോകുന്നതിന് മുൻപ് അവന്റെ കയ്യിൽ നിന്നൊരു കാർഡ് എടുത്ത് എന്നെ കാണിക്കാതെ നിങ്ങളുടെ സെക്ഷൻ ബിയിലെ ആൾക്കാരെ കാണിക്കാൻ പറയും. അയാൾ എല്ലാവരും കാണിക്കും.
കാണിക്കും. ഇനി ഇതിൽ നിങ്ങളുടെ പേരെഴുതി ഒപ്പിടാൻ പറയും. അയാൾ അതിൽ സൈൻ ചെയ്യും. ഇനി ഇത് പോക്കറ്റിൽ തന്നെ വെച്ചോളാൻ ഡാനിയൽ പറയും. അത് കഴിഞ്ഞ് ഹെല്ലി എല്ലാരെയും ഒന്ന് ഓണാക്കാൻ മാജിക്കിലൂടെ സ്റ്റേജിൽ ഒരു മെഷീൻ വരുത്തും. അതിലേക്ക് ഇയാളെ കയറ്റി നിർത്തി, ഇപ്പൊ ഇവിടെ വെഗാസിൽ സമയം 11:50, പാരീസിൽ രാവിലെ 8:50. നിങ്ങളുടെ ബാങ്ക് ഇപ്പോൾ തുറക്കാൻ പോകുന്നു. നമ്മുടെ ആൾക്കാർ 1 2 3 പറഞ്ഞ് തീരുന്നതും ആ മെഷീൻ അടയും. അത് കാണുമ്പോൾ തന്നെ കാണികളുടെ കിളി പോവും. ഇറ്റിയൻ നേരെ അയാളുടെ ബാങ്കിലെ വാൾട്ടിലെത്തും. അവിടെ ഒരുപാട് പണമുണ്ട്. ഇതെല്ലാം ഇവിടെ എല്ലാവരും സ്ക്രീനിലൂടെ കാണും. ഡാനിയൽ അയാളോട് നിങ്ങൾ ഒപ്പിട്ട കാർഡും നിങ്ങളുടെ ഈ ഷോയിലെ ടിക്കറ്റും എടുത്ത് ആ പണത്തിന്റെ നടുവിലേക്ക് ഇടാൻ പറയും. അയാൾ അതുപോലെ തന്നെ ചെയ്യും. നിങ്ങളുടെ ഹെൽമെറ്റിന്റെ ഒരു വശത്തായി ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പാരീസും വെഗാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എയർ ഡക്റ്റ് ആക്ടിവേറ്റ് ചെയ്യും. ഇനി അതിൽ അമർത്താൻ പറയും. ആ സമയം ആ ബാങ്കിലെ ആൾക്കാർ വാൾട്ടിനടുത്തേക്ക് വരും. ഇയാൾ അതിൽ അമർത്തുന്നതും പണമെല്ലാം മുകളിലേക്ക് വലിക്കും. ബാങ്കിലെ ആൾക്കാർ അവിടെ എത്തിക്കഴിഞ്ഞ് വാൾട്ട് തുറക്കുന്നതും അവിടെ പണവുമില്ല, ഇറ്റിയനുമില്ല. ആകെ ഉള്ളത് അയാൾ ഒപ്പിട്ട കാർഡും ആ ഷോ ടിക്കറ്റും. അവിടെ ഉണ്ടായിരുന്ന പണമെല്ലാം മഴ പോലെ വെഗാസിലെ സ്റ്റേജിലേക്ക് പെയ്തിറങ്ങും. അതിനകത്തുള്ളവരെല്ലാം ഞെട്ടി, എന്താടാ പൈസ മഴയോ? എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ആരും ഇന്നേ വരെ ജീവിതത്തിൽ കാണാത്തൊരു മാജിക്. ഞങ്ങളാണ് ദി 4 ഹോഴ്സ്മാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ എല്ലാവരോടും നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ 4 മജീഷ്യന്മാർ പണം മോഷ്ടിച്ചു എന്ന് FBI ഇൻഫോം എത്തും. ഇതാണ് FBI ഏജന്റ് ഓഫീസർ ഡിലൻ റോഡ്സ്. FBI ബാക്കി ആൾക്കാർ നമ്മുടെ ആൾക്കാരെ പിടിക്കാൻ അവിടെ എത്തിക്കഴിഞ്ഞു. FBI അവിടെ വന്ന് ഗണ്ണ് കാണിച്ച് 4 പേരെയും പൊക്കിക്കൊണ്ടു പോകും. നമ്മുടെ ആൾക്കാർ ഭയങ്കര കൂളാണ്. അവരിപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധ നേടി കഴിഞ്ഞിരിക്കുന്നു. ട്രിപ്പിന് പോകുന്ന പോലെയാണ് അവരുടെ കൂടെ പോകുന്നത്. അടുത്ത സീനിൽ ഡിലൻ ഓഫീസിലേക്ക് വരും. അപ്പം മൊട്ട ഡിലനോട് പാരീസിലെ ബാങ്കിൽ നിന്ന് 3 മില്യൺ യൂറോ ആണ് അടിച്ചു മാറ്റിയത്. അപ്പോൾ ഒരു ലേഡി അവിടെ നിന്ന് പറയും ശരിക്കും 3.2 മില്യൺ ആണ്. ഇത് കേട്ട് ഇവൾ ആരാന്ന് മൊട്ടയോട് ഡിലൻ ചോദിക്കും. ഞാൻ ആൽബ ഡ്രായ്, ഇന്റർപോളിൽ നിന്ന് വന്നതാണ്. ഈ കേസിന്റെ അന്വേഷണത്തിന് ഞാനും തന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയും. ആ ഫ്രഞ്ചുകാരനോട് സംസാരിക്കണമെന്ന് മൊട്ടയോട് ഡിലൻ പറയും. അയാളോട് ഞാൻ സംസാരിച്ചു എന്ന് ആൽമ പറയും. എനിക്ക് മുന്നേ എന്റെ സാക്ഷിയോട് നീ സംസാരിക്കുകയും ചെയ്തോ? തന്റെ കേസോ? തനിക്കിത് വേണ്ടെന്നാ ഞാൻ കരുതിയത്. പിന്നെ അയാളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അങ്ങനെ തോന്നാൻ കാരണം എന്താന്ന് ഡിലൻ ചോദിക്കും. അയാൾ വിചാരിച്ചിരിക്കുന്നത് അവരുടെ മാജിക് ശരിക്കും സംഭവിച്ചതാണെന്നാ. ഓ അങ്ങനെയാണോ? ശരി, എന്തായാലും ഞാൻ അയാളോട് സംസാരിക്കുന്നതിൽ ഇന്റർപോളിന് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഡിലൻ അയാളുടെ അടുത്തേക്ക് പോകും. അയാളുടെ അടുത്ത് വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് അയാൾ പറയും. എങ്ങനെയാണ് താൻ നിമിഷം നേരം കൊണ്ട് വെഗാസിൽ നിന്ന് പാരീസിലേക്ക് എത്തിയത്? ഒരു ടെലിപോർട്ട് ഹെൽമെറ്റ് വെച്ചിട്ടാന്ന് അയാൾ പറയും. സംഭവം മെറിറ്റ് ഇയാളെ ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽമ ഇത് കണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇയാളെ കൊണ്ട് വലിയ പ്രയോജനം ഇല്ലാന്ന്. ഇയാൾ ഇപ്പോഴും ഹിപ്നോട്ടിസത്തിന്റെ കൺട്രോളിലാണ്. അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഡിലൻ പുറത്തേക്ക് വരുമ്പോൾ ആൽമ വന്ന് എനിക്ക് എന്റെ ചീഫിന് റിപ്പോർട്ട് കൊടുക്കണം, തനിക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഞാനിവിടെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഡിലൻ നേരെ മെറിറ്റിനോട് സംസാരിക്കാൻ വരും. മൊട്ട പറയും അവനൊരു ഹിപ്നോട്ടിസ്റ്റ് മെന്റലിസ്റ്റ് ആണ്, അവൻ പറയുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കരുത്. ഒരേ സമയം ഡാനിയലിനെയും മെറിറ്റിനെയും ചോദ്യം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. മെറിറ്റ് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ പറയും. ആൽമ ഡാനിയലിനോട് നിനക്കിതിലൊന്നും ബന്ധമില്ലെങ്കിൽ നിന്റെ കാർഡ് എങ്ങനെ അതിനകത്ത് വന്നു? ഡാനിയൽ ഓ അതാണോ, അത് മാജിക് ആണെന്ന് പറയും. ഡിലൻ മെറിറ്റിനോട് താൻ ഒരു മെന്റലിസ്റ്റ് ആണെന്ന് പറയുന്നു. എന്താണ് ഈ മെന്റലിസ്റ്റ്? അത് കൂടുതലും പൊടിക്കൈകളാണ്, പിന്നെ കുറച്ച് സയൻസും ചില കാര്യങ്ങൾ വെച്ച് ഊഹിക്കുന്നത്. തനിക്ക് ഫോണിലൂടെ വരെ ഹിപ്നോട്ടിസം ചെയ്യാൻ കഴിയുമെന്നാണല്ലോ ഇതിൽ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ടും ചോദിച്ചിട്ടും ആരും ഒന്നും പറയില്ല. അപ്പോൾ ഡാനിയൽ തന്റെ മനസ്സിലുള്ളതാണ് താൻ വിശ്വസിക്കുന്നതെങ്കിൽ ഞങ്ങളെ വിട്ടേക്ക്, നമുക്കൊരു ഷോ ചെയ്യാനുണ്ടെന്ന് പറയും. മെറിറ്റ് അവന്റെ പണി തുടങ്ങും. പുള്ളി ഇവർക്കിട്ട് ഓരോന്ന് പറയും. ഇവളുടെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പിന്നെ നീ ഇന്നാണല്ലേ ആദ്യമായി ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്നത്? ഇവിടെ ഡാനിയൽ ഭയങ്കര അഹങ്കാരം പിടിച്ച സംസാരമാണ്. ഡിലന് ദേഷ്യം വന്ന് എണീക്കുന്നതും ഡാനിയൽ അവന്റെ കയ്യിലെ വിലങ്ങ് ഡിലന്റെ കയ്യിലേക്ക് ആക്കും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പെപ്സി എടുത്ത് ഒഴിക്കാൻ പറയും. അതെടുത്ത് ഒഴിക്കുമ്പോൾ അതിനകത്ത് വിലങ്ങിന്റെ താക്കോലുണ്ടാവും. എന്നാൽ ഈ ഒഴിച്ച പെപ്സി ഒഴുകി ഫോണിലേക്ക് വരുമ്പോൾ നമ്മുടെ ചെക്കൻ തന്നെ അതെടുത്ത് ഡിലന് കൊടുക്കും. നല്ല മനസ്സാ അവന്റെ, പാവം. എന്നിട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ക്യാമറ കാണും. അത് കഴിഞ്ഞ് 4 പേരെയും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണിക്കും. ജാക്ക് അവിടെ ഇരുന്ന് നല്ല ഉറക്കം. ഹെൻലി അവിടെ കസാരയും കറക്കിയിരിപ്പാണ്. അവസാനം നമ്മുടെ ആൾക്കാർ കൂളായിട്ട് അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി പോകും. തല കറങ്ങി തിരിഞ്ഞ് കുഴഞ്ഞ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് ഈ സിനിമ. എന്നാലും അവസാനം എല്ലാം നേരെയാവും. ഡിലൻ അവന്റെ ബോസിനോട് എന്തിനാണ് അവരെ വിട്ടത്, അവർ ഇനിയും മോഷ്ടിക്കും എന്നാണ് പറഞ്ഞത്. അതിന് ബോസ് നിനക്ക് കുറച്ചു മുന്നേ വരെ അവരെ ഒരു വിലയും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്ന്? അവിടേക്ക് മൊട്ട വന്ന് ഞാൻ അവരെ കുറിച്ച് കാണികളുടെ ഇടയിൽ അന്വേഷിച്ചു. അവരിൽ ഭൂരിഭാഗം ആളുകളെയും പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. എന്നാൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പിൻ സീറ്റിലിടുന്നത് താഡിയൂസ് ബ്രാഡ്ലി ആയിരുന്നു. അയാൾ ആരാന്ന് ഡിലൻ ചോദിക്കും. അയാൾ ഒരു മജീഷ്യൻ ആയിരുന്നു. ഇപ്പൊ മാജിക്കുകളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന ജോലിയിലാണ്. അയാളെ ചെന്ന് കാണുവാണെങ്കിൽ അവരുടെ മാജിക് അയാൾ പൊളിച്ചു തരും. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് അയാൾ നമുക്ക് പറഞ്ഞു തരും. ഓ എന്നാ കാണാമെന്ന് ഡിലനും പറയും. അടുത്ത സീനിൽ
സീനിൽ ആൽമയും ഡിലനും കൂടി ബ്രാഡ്ലിയെ കാണാൻ വരും. കുടിക്കാൻ ഓരോ ഗ്ലാസ് വൈൻ തരട്ടെ എന്ന് അയാൾ ചോദിക്കും. ഡിലൻ വേണ്ടെന്ന് പറയും. ആൽമ എനിക്കൊരു ഗ്ലാസ് തന്നാൽ കൊള്ളായിരുന്നു എന്ന് പറയും. ബ്രാഡ്ലി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിനെ ഒന്ന് കറക്കി വൈനാക്കി പെണ്ണിന് കൊടുക്കും. ഇത് കണ്ട് ഡിലൻ വാവ് അത് കലക്കി. അപ്പോൾ ബ്രാഡ്ലി പറയും, ചുമന്ന ചായം എന്റെ കൈയുടെ ഉള്ളിൽ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പൊ ഈ ചെയ്തതിന്റെ രഹസ്യം. ഈ മണ്ടൻ അയാളോട് ഓ അങ്ങനെയാണോ യേശു വന്ന് പച്ചവെള്ളം വീഞ്ഞാക്കി എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് നടന്ന സംഭവത്തെക്കുറിച്ച് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇത് യഥാർത്ഥ മാജിക് അല്ല, മുൻകൂട്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്. അവർ റോബിൻ ഹുഡ് സ്റ്റൈൽ ജസ്റ്റിസ് ചെയ്യുകയാണ്. ബാങ്കിൽ നിന്നും പണം വെഗാസിൽ വന്നെങ്കിലും അത് നേരത്തെ തന്നെ അവിടെ നിന്ന് കടത്തിയിരുന്നു. സംഭവം നേരത്തെ തന്നെ പണം അവിടെ നിന്ന് മോഷ്ടിച്ച് മറ്റൊരു വാൾട്ട് ഉണ്ടാക്കി അതിലേക്കാണ് ഇറ്റിയൻ എന്ന ആളെ ടെലിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് കാണികളുടെ മുന്നിൽ ബാങ്കിലെ വാൾട്ട് എന്ന പോലെ പറഞ്ഞ് അവരെ പറ്റിച്ച് അവരുടെ ചിന്ത എല്ലാം ഈ രീതിയിലായിരുന്നു. പക്ഷേ റാൻഡമായിട്ട് കാണികൾ തന്നെയാണ് ഒരാളെ തിരഞ്ഞെടുത്തത്. പിന്നെ എങ്ങനെ നേരത്തെ ഇതൊക്കെ ചെയ്യാൻ കഴിയും? അതിന് ബ്രാഡ്ലി പറയും, കാണികളല്ല, അവർ തന്നെയാണ് അയാളെ സെലക്ട് ചെയ്തത്. കാണികളെ കൊണ്ട് ബോൾ എടുപ്പിച്ച് അവരെ പറ്റിച്ചു. അത് നേരത്തെ തന്നെ അവർ കണ്ടുപിടിച്ച് വെച്ചിരുന്ന ആളായിരുന്നു. അയാളുടെ നമ്പർ തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. അവർ അയാളെ മുഴുവനായി നേരത്തെ തന്നെ പഠിച്ചിരുന്നു. ഇനിയും തെളിച്ചു പറയുവാണെങ്കിൽ അവർ ബാങ്കിൽ നിന്നും പണം മോഷ്ടിച്ചിട്ടില്ല, കൊള്ളയടിച്ചതാണ്. അതായത് ബാങ്കിൽ പണം കൊണ്ടുവരുന്ന ട്രാക്ക് തന്നെ അവർ കൊള്ളയടിച്ചു. അപ്പോൾ എങ്ങനെയാണ് വാൾട്ടിലെ ഫേക്ക് പണം അവർ ഇല്ലാതാക്കിയെന്ന് ഡിലൻ ചോദിക്കും. അതിന് ബ്രാഡ്ലി ഫ്ലാഷ് പേപ്പർ അവിടുത്തെ വാർത്തകളിൽ പറയുന്നുണ്ട്. 2 ദിവസം മുൻപേ വരെ ഇവരെ കുറിച്ച് ആരും കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഇന്ന് രാത്രിയിലെ ഒരൊറ്റ ഷോയുടെ ടിക്കറ്റ് 35 സെക്കൻഡിലാണ് വിറ്റ് തീർന്നത്. നമ്മുടെ ആൾക്കാർ അടുത്ത ഷോയ്ക്കായി ഫ്ലൈറ്റിൽ ന്യൂ ഓർലൻഡ്സിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ഡിലനും ആൽമയും ഇരിപ്പുണ്ട്. തനിക്ക് എല്ലാ മജീഷ്യന്മാരോടും പ്രശ്നമാണോ അതോ ഇവരോട് മാത്രമാണോ ഇങ്ങനെ? ഞാൻ പൊതുവെ അവരെ ശ്രദ്ധിക്കാറില്ല, മറ്റുള്ളവരെ മുതലെടുക്കുന്നതാണ് അവർ ചെയ്യുന്നത്. എന്തു മുതലെടുക്കുന്നു എന്ന് അവൾ വീണ്ടും ചോദിക്കും. വിശദീകരിക്കാനാകാത്തത് വിശ്വസിക്കണമെന്ന അവരുടെ ആവശ്യം അവർ മുതലെടുക്കുന്നു. അത് അവരുടെ കഴിവായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് ആൽമ പറയും. അതിനിടയിൽ അവൾ ഒരു കാർഡ് മാജിക് കാണിക്കും. അതിൽ അവൾ ഡിലന്റെ മനസ്സിലെ കാർഡ് പറയും. ഇത് കണ്ട് ഡിലൻ അവളെ എന്തൊക്കെയോ ഉള്ളിൽ വെച്ച് നോക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഡിലൻ അവരെ പിടിക്കാനുള്ള പ്ലാനിലാണ്. എപ്പോഴും അവരുടെ മേൽ കണ്ണുണ്ടാകണം, എല്ലായിടത്തും ആളെ നിർത്തണം. ആ സമയം ആൽമ കുറെ മാജിക്കിന്റെ കാര്യവുമായി ഡിലന്റെ അടുത്തേക്ക് വരും. എനിക്ക് തൽക്കാലം അതിന്റെ ചരിത്രം അറിയണ്ടെന്ന് ഡിലൻ പറയും. ഇനിയും അവരുടെ കെണിയിൽ ചെന്ന് ചാടണമെന്നാണോ തനിക്ക്? ഇവിടെയുള്ള വലിയ പദ്ധതി എന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല. 5ാമതൊരു ഹോഴ്സ്മാൻ ഉണ്ടാകുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അതിന് ഡിലൻ അതേന്ന് പറയും. ബ്രാഡ്ലി അയാളുടെ അടുത്ത വീഡിയോ ഇറക്കും. പുരാതന ഈജിപ്തിൽ ഉണ്ടായ ദി ഐ എന്നൊരു രഹസ്യ സംഘത്തെക്കുറിച്ചുള്ള ഐതിഹ്യമുണ്ട്. ഈ ഹോഴ്സ്മാനും അതിൽ വിശ്വസിക്കുന്ന അനേകം വിഡ്ഢികളുടെ കൂട്ടത്തിലുള്ളതാണോ? അവർക്ക് ലാസ് വെഗാസിൽ വെച്ച് ചെയ്ത പോലെ നിയമങ്ങളുടെയും യുക്തിയുടെയും കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇത് പറഞ്ഞു തീരുമ്പോൾ ആർത്ത് അങ്ങോട്ടേക്ക് വരും. അയാൾ വന്ന്, നിനക്ക് ഇതിലൂടെ 25 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ എൻ്റെ കയ്യിൽ ഒരു ചെക്കുണ്ട് 35 ലക്ഷത്തിന്റെ. പറന്നു പോകാൻ എന്റെ ജെറ്റും തനിക്ക് ഉപയോഗിക്കാം. താൻ എന്താ തമാശ പറയുവാണെന്ന് ബ്രാഡ്ലി ചോദിക്കും. താൻ അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നു, ഞാൻ അവരെ തകർക്കാനും. ഒരുപാട് ഭീഷണികൾ ഞാൻ നേരിട്ടിട്ട് തന്നെയാണ് ഇന്ന് ഇതുവരെ എത്തിയത്. എന്തായാലും നമുക്ക് കാണാമെന്ന് ബ്രാഡ്ലിയും പറയും. അടുത്ത സീനിൽ നമ്മുടെ ആൾക്കാർ 4 പേരും ഒരുമിച്ചിരിക്കുന്ന സമയം അവിടേക്ക് ബ്രാഡ്ലി വന്ന്, ഇന്ന് രാത്രിയുള്ള നിങ്ങളുടെ ഷോയ്ക്ക് ഒരു ഗുഡ് ലക്ക് പറയാൻ വന്നതാണെന്ന് പറയും. പിന്നീട് നിങ്ങളുടെ വെബ്സൈറ്റിൽ നമ്മുടെ മാജിക് എല്ലാം പൊളിച്ചു കാണിക്കാനാണോ എന്ന് ഡാനിയൽ ചോദിക്കും. അതൊന്നും നടക്കാൻ പോണില്ല എന്ന് ഹെൻലി പറയും. അതെന്താ, ദി ഐയുടെ സ്പെഷ്യൽ പ്രവർത്തനമായത് കൊണ്ടാണോ എന്ന് ഇയാൾ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും തമ്മിൽ നോക്കുന്നുണ്ട്. മെറിറ്റ് അയാളോട് ഞാൻ നിങ്ങളുടെ മനസ്സ് വായിക്കട്ടെ എന്ന് ചോദിച്ച് കുട്ടിക്കാലത്തെ അവസരം നഷ്ടമായതും വളരെ മിടുക്കനല്ലാത്തതുമായ കുറച്ച് കാര്യങ്ങൾ പറയും. ബ്രാഡ്ലി അതിനൊന്നും മിണ്ടില്ല. ഞാനൊരു വിദ്യ ചെയ്യുന്നുണ്ട്, ഒന്ന് പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഡാനിയൽ എണീക്കും. ബ്രാഡ്ലിയോട് ഒരു കാർഡ് വിചാരിക്കാൻ പറയും. പുള്ളി ഒരെണ്ണം വിചാരിക്കും. ഡാനിയൽ കാർഡ് കുലുക്കി അതിൽ ഊതി ഓരോന്ന് കാണിക്കുമ്പോൾ അത് നിന്റെ ഷർട്ടിന്റെ കയ്യിലുണ്ടെന്ന് ബ്രാഡ്ലി പറയും. ഡാനിയൽ അത് നോക്കിയിട്ട് ഏയ് അവിടെ ഒന്നുമില്ല, അത് നിങ്ങളുടെ പോക്കറ്റിലുണ്ട്, ഒന്ന് നോക്കിക്കെന്ന് പറയും. ബ്രാഡ്ലി ആ കാർഡ് എടുത്ത് നോക്കുമ്പോൾ ഇവർ അയാളെ കളിയാക്കിയതാണ്. ഇവിടെ നിന്ന് പൊക്കോ, ഇത് കഴിവുള്ളവർക്കുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പറഞ്ഞുവിടും. അടുത്ത സീനിൽ ഷോ തുടങ്ങി 4 ഹോഴ്സ്മാൻ പറയുന്നുണ്ട്, സാധാരണ പോലെയല്ല, ഇവിടെ നിങ്ങൾക്ക് ഷോ റെക്കോർഡ് ചെയ്യാനും സ്ട്രീം ചെയ്യാനും ഒക്കെയുള്ള അനുവാദമുണ്ട്. ആ സമയം ബ്രാഡ്ലി FBI ഇന്റർപോൾ ആൾക്കാരെ നോക്കുന്നുണ്ട്. അവരും അയാളെ കാണുന്നുണ്ട്. ആൽമ ഡിലനോട് ശ്രേയക്ക് എങ്ങനെയാണ് ആ വിദ്യ ചെയ്തതെന്ന് എനിക്കറിയാം. ആൽമ വന്ന മുതൽക്കേ ഫുൾ മാജിക്കിന്റെ കഥയാണ് പറയുന്നത്. ഇതൊന്നും ഡിലൻ സമ്മതിച്ചു കൊടുക്കില്ല. മാജിക്കിനെ അടുത്തു നിന്നല്ല നോക്കേണ്ടത്, ദൂരെ നിന്ന് നോക്കണം എന്ന് പറഞ്ഞ് ഷോ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർ ഇന്ന് 2 പേരെ പരിചയപ്പെടുത്താനുണ്ട്. ഒന്ന് FBI ഏജന്റ് ഡിലൻ റോഡ്സും പിന്നെ വളരെ സുന്ദരിയും കാര്യമായ അനുഭവജ്ഞാനമില്ലാത്ത ഇന്റർപോൾ ഏജന്റ് ആൽമ ഡ്രാക്കുമാണ്. ഏജന്റ് ഡിലൻ റോഡ്സ് ഞങ്ങളെ പിടിക്കുമെന്ന് ശപഥം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പുള്ളിക്ക് അതിനുള്ള ബുദ്ധിയും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ ഞങ്ങളെ പൂട്ടട്ടെ, അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പരസ്യമായി തന്നെ ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നു. ഡാനിയൽ എല്ലാ കാണികളെയും വെൽക്കം ചെയ്ത്, ഇന്നത്തെ രാത്രി നിങ്ങൾ ഒരിക്കലും മറക്കാനിടയാവാത്ത ഒന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം മെറിറ്റ് പറയും,
ഇത് കേട്ടിട്ട് നിങ്ങൾ ഇനിയും ഇംപ്രസ് ആകാത്ത ആളുണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിലാക്കും. എല്ലാരെയും എൻജോയ് ചെയ്യിപ്പിച്ചാണ് ഓരോ വാക്ക് അവർ പറയുന്നത്, അടുത്തെന്ത് എന്ന് ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ. എന്താണ് മാജിക് എന്ന് നിങ്ങൾക്കറിയാമോ? വേറൊന്നുമല്ല, ഒരു ലക്ഷ്യം വെച്ചുള്ള ചതി. ഇന്ന് ചെയ്യാൻ പോകുന്ന വിദ്യകൾ തമ്മിൽ ബന്ധമുണ്ടാകില്ല എന്ന് നിങ്ങൾക്ക് തോന്നും, എന്നാൽ ഞങ്ങൾ ഉറപ്പു തരുന്നു ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. ഹെൻലി ഒരു മുയലിനെ കൊണ്ടുവന്ന് ഇതെല്ലാരും കണ്ടിട്ടുള്ള മാജിക്കാണ്, എന്നാലും നമുക്ക് ഇന്ന് ഇതിൽ നിന്ന് തുടങ്ങാം. അങ്ങനെ മുയലിനെ പെട്ടിക്കുള്ളിലാക്കി ഇൻവിസിബിൾ ആക്കുന്നു. മെറിറ്റ് കുറച്ച് ആൾക്കാരെ സ്റ്റേജിൽ വിളിച്ച് എല്ലാരെയും ഒരുമിച്ച് ഹിപ്നോട്ടിസം ചെയ്ത് മയക്കുന്നു. ഇവിടെ ഹെൻലി മുയലിന്റെ മാജിക്കിലെ ട്രിക്ക് പൊളിക്കുന്നു. മുയൽ ഒരിടത്തും മാഞ്ഞു പോയിട്ടില്ല, നിങ്ങളുടെ കണ്ണുകളാണ് നിങ്ങളെ ചതിച്ചത്, അത് സുരക്ഷിതമായി ഇവിടെ തന്നെ ഉണ്ട്. ഈ കണ്ണാടിയാണ് ഈ പെട്ടിയിൽ ഒന്നുമില്ലെന്ന് തോന്നിച്ചത്. മെറിറ്റ് ഇവിടെ മയക്കിയ ആൾക്കാരെ ഫുട്ബോൾ കളിക്കാരാക്കാൻ നോക്കുവാണ്. ഹെൻലി അവിടെ നിങ്ങൾ എല്ലാവരും തൊപ്പിയിൽ നിന്ന് മുയലിനെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ മുയലിൽ നിന്ന് തൊപ്പി എടുക്കുന്നത് ഇതാ കണ്ടോളൂ. അങ്ങനെ 4 പേരും അവരുടേതായ രീതിയിൽ ഓരോന്ന് കാണിച്ച് കാണികളെ സന്തോഷിപ്പിക്കും. ഇവിടെ ഡാനിയൽ വലിയ ബബിൾസ് ഉണ്ടാക്കി ഹെൻലി അതിനുള്ളിലാക്കി മുകളിലേക്ക് പറപ്പിക്കും. ഇത് കണ്ട ഉടനെ ആൽമ എണീറ്റ് കൈയടിക്കും. ഡിലൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മെറിറ്റ് വന്ന് ഇടവേളയിൽ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കവറിൽ എഴുതി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇനി അത് എടുക്കാനുള്ള സമയമാണ്. അത് അവരെടുത്തു കഴിഞ്ഞ് ഇനി എല്ലാവരും ഒരുമിച്ച് നിങ്ങളുടെ പേര് ഉറക്കെ വിളിച്ചു പറയാൻ പറയും. അവരെല്ലാവരും ഓരോ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ അതിൽ നിന്ന് 3 പേരുകൾ മെറിറ്റ് തിരഞ്ഞെടുക്കും. അതിൽ ജോസഫ ഹിക്കി എന്ന സ്ത്രീയോട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഫോക്കസ് ചെയ്ത് 1 തൊട്ട് 10 വരെ എണ്ണാൻ പറയും. അവർ 1 2 3 4 5 എത്തുമ്പോൾ മെറിറ്റ് സ്റ്റോപ്പ് പറഞ്ഞ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആദ്യ അക്കം 5 അല്ലേ, അതിനവർ അതേന്ന് പറയും. വീണ്ടും എണ്ണി 6 എത്തുമ്പോൾ സ്റ്റോപ്പ് പറഞ്ഞ് രണ്ടാമത്തെ അക്കം 6 എന്ന് കണ്ടുപിടിക്കും. അടുത്തെണ്ണുമ്പോൾ 2ൽ നിർത്തി നിങ്ങളുടെ ബാലൻസ് $562 അല്ലേ ഇന്നുള്ളത്, അതിനാ സ്ത്രീ ശരിയാണെന്ന് പറയും. എന്നാൽ അത് തെറ്റാണെന്ന് മെറിറ്റ് പറയും. ബാക്കി 2 പേരെയും വിളിച്ച് അവരുടെ ബാലൻസ് മെറിറ്റ് പറയും. അവരത് ശരിയാന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾക്കും തെറ്റിയെന്ന് മെറിറ്റ് പറയും. കുറച്ചു നേരത്തേക്ക് തല കറങ്ങി കുഴഞ്ഞു വരും, പക്ഷെ എല്ലാം ശരിയാവും. എന്നിട്ട് മെറിറ്റ് എല്ലാരെയും എണീപ്പിച്ച് നിങ്ങളുടെ ബാലൻസ് എഴുതിയ കവർ എടുത്ത് നെറ്റിയിൽ വെക്കാൻ പറയും. അതെല്ലാം മെറിറ്റ് നോക്കിയിട്ട് ഓ നിങ്ങളോട് എനിക്കിത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാനത് നിങ്ങളോട് പറയാം, നിങ്ങളുടെ ബാലൻസ് എല്ലാം തെറ്റാണ്. അപ്പോൾ അവിടേക്ക് മെറിറ്റിനോട് ഡാനിയൽ വന്ന് എന്തോ പറയും. മെറിറ്റ് എല്ലാവരോടും സോറി പറഞ്ഞിരിക്കാൻ പറയും. ഒരു കാര്യം പറയാൻ മറന്നു, ആർത്തർ ടെസ്ലർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. വലിയൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാൻ പറയും. എന്നിട്ട് പുള്ളിയെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യും. പുള്ളിയുടെ ബാങ്ക് ബാലൻസ് അവർ തന്നെ വലിയൊരു കവറിൽ എഴുതിക്കൊണ്ടുവരും. അത് 140 അത്രേ ഉള്ളൂ എന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ $140 മില്യൺ ആണെന്ന് പറഞ്ഞ് അതിനകത്ത് കാർഡ് വലിച്ചെടുക്കും. എല്ലാവർക്കും തെറ്റിയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാത്രം ശരിയായത് എങ്ങനെയെന്ന് ഹെൻലി ചോദിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിനും തെറ്റിയതാവാമെന്ന് മെറിറ്റ് പറയും. അത് കഴിഞ്ഞ് കാണികളോട് നിങ്ങളുടെ കയ്യിലെ പേപ്പർ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ചൂടാക്കാൻ പറയും. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ബാലൻസ് തെളിഞ്ഞു വരും. ആർത്ത് വിഷമിക്കേണ്ട, നിങ്ങൾക്കും ഒരു വലിയ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ജാക്ക് അപ്പോഴേക്കും ഒരു വലിയ ഫ്ലാഷ് കൊണ്ട് ആർത്തിന്റെ ബാലൻസിലേക്ക് തെളിയിക്കും. അപ്പോൾ ഡാനിയൽ ഇതെന്താ ഇങ്ങനെ, ഇതിൽ നിന്നും $70,000 കുറഞ്ഞല്ലോ എന്ന് പറയും. അവിടെയാണ് യഥാർത്ഥ മാജിക് തുടങ്ങുന്നത്. ജോസഫ് എന്ന സ്ത്രീയെ വിളിച്ച് ഇപ്പോൾ നിങ്ങളുടെ ബാലൻസ് എത്രയാണെന്ന് ചോദിക്കും. ആർത്തറിന്റെ അക്കൗണ്ടിൽ നിന്ന് പോയ $70,000 ഇവരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇവരിപ്പോൾ നിലവിലെ തുക വിളിച്ചു പറയും. ഇത് കേട്ട് ഹെൻലി ദൈവമേ ആർത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കുറഞ്ഞ് ആ പണം അവിടെ കയറിയതാണോ? അപ്പോൾ ജാക്ക് പറയും ദേ എല്ലാവരും നോക്കൂ, വീണ്ടും അത് സംഭവിക്കുന്നു. ആർത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും $2,80,000 കുറഞ്ഞിരിക്കുന്നു. ആ പൈസ നേരത്തെ 3 പേരിൽ വിളിച്ച ഒരാൾക്ക് കൂടിയിരിക്കുന്നു. അവസാനം ആർത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം ഈ കാണികളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട്. എല്ലാവരും അത് ഉറക്കെ വിളിച്ചു പറയും. ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ എന്ന് ഡിലൻ മൊട്ടയോട് വിളിച്ച് ചോദിക്കും. ഒന്നും മനസ്സിലാകുന്നില്ല, ഇപ്പൊ പറയാൻ കഴിയില്ല എന്ന് മൊട്ട പറയും. നീയൊക്കെ എന്നെ ചതിക്കുവാണോ എന്ന് ആർത്ത് ചോദിക്കും. നമ്മൾ എങ്ങനെ ചതിക്കാനാ, നിങ്ങളുടെ പാസ്വേഡ് ഞങ്ങളുടെ ഇല്ല. ഇയാൾ ദേഷ്യമെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇയാളുടെ കാലിൽ ചങ്ങല കൊണ്ട് ലോക്ക് വീഴും. ആ സമയം മൊട്ട ഡിലനെ വിളിച്ച് ഇത് ശരിക്കും സംഭവിക്കുന്നതാണ്, അവന്മാർ അയാളെ കൊള്ളയടിച്ചു, അവരെ വിടരുതെന്ന് പറയും. നമ്മുടെ ആൾക്കാർ ആർത്തിനോട് നിങ്ങളുടെ ജെറ്റും റോൾസ് റോയ്സും ബാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേക്കും ഡിലൻ അവരെ പിടിക്കാൻ സ്റ്റേജിലേക്ക് വരും. കാണികളെല്ലാവരും ഇത് കണ്ട് ഇളകും. അവിടെ മൊത്തത്തിൽ പ്രശ്നം. അതെന്താന്ന് വെച്ചാൽ ഇയാളുടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് ഈ ആളുകൾ എല്ലാവരും ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്. ഇവരാരെയും നമ്മുടെ ആൾക്കാർ വെറുതെ തിരഞ്ഞെടുത്തതല്ല. ഇവർക്ക് അമേരിക്കയിലെ ഒരു വലിയ സിറ്റിയിൽ നടന്ന ദുരിതത്തിൽ ഇവരുടെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചപ്പോൾ അയാൾ ഇവരെല്ലാവരും കൈയൊഴിഞ്ഞു. ഇതിന്റെ പകയാണ് ഇപ്പോൾ കാണികളുടെ മനസ്സിൽ. ഞങ്ങളാണ് ദി 4 ഹോഴ്സ്മാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകൾ ഒരു റോപ്പിൽ തൂങ്ങി അവിടെ നിന്ന് പോകും. ഡിലൻ അവരെ പിടിക്കാൻ സ്റ്റേജിലേക്ക് ഓടുന്നത് കണ്ട് ആളുകൾ അവനും കള്ളനാണെന്ന് പറഞ്ഞ് എല്ലാവരും അവന്റെ മേൽ ചാടി വീഴും. FBI ടീം വന്ന് ആളുകളെ പിടിച്ചു മാറ്റും. അപ്പോഴേക്കും ആൽമ അവരുടെ പുറകെ ഓടും. ഇതെല്ലാം കണ്ട് മുകളിലിരുന്ന് സന്തോഷിച്ചിരിക്കുവാണ് ബ്രാഡ്ലി. FBI ഇവരെ നേരത്തെ പിടിച്ച സമയം അവരുടെ ഫോണിൽ ട്രേസ് ചെയ്യാനുള്ള ഒരു GPS വെച്ചിരുന്നു. മൊട്ട അതുകൊണ്ട് ഡിലന് കൊടുത്ത് ആ റെഡ് സിഗ്നലിന്റെ പുറകെ പോകാൻ പറയും. ഡിലൻ ട്രാക്ക് ചെയ്ത് പുറകെ വിടാതെ ഓടും. ഈ സമയം അവിടെ പാർട്ടി നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ജാക്ക് ആ ട്രാക്കിംഗ് GPS ഡിലന്റെ പോക്കറ്റിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടും. പിന്നെ ഡിലൻ അവിടെ ഒക്കെ നോക്കിയിട്ട് ഇവനെ കാണില്ല. ഇവിടെ ആൽമ ഡാനിയലിന്റെ പുറകെ മിസ്സാവാതെ ഓടുകയാണ്. ഒരിടത്തെത്തി ഡാനിയൽ ഒരു മതിൽ ചാടി കയറാൻ നോക്കുമ്പോൾ
അവനെ ഗണ്ണ് കാണിച്ചു നിർത്തും. ഡാനിയൽ ഒരു നിമിഷം സ്റ്റക്കായി പോകും. എന്നിട്ട് അവൻ ചാടി അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ആൽമ അവനെ ഷൂട്ട് ചെയ്യില്ല. അതിലെന്തോ ഒരു ഇതില്ലേ. അപ്പോഴേക്കും ഡിലൻ അങ്ങോട്ടേക്ക് വന്ന് നീ എന്താ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഓടും. ഒരിടത്ത് വെച്ച് അവനെ മിസ്സാവും. എന്നാൽ കുറെ ദൂരം ട്രാക്ക് ചെയ്ത് ഡിലൻ പോകുമ്പോൾ അവന് മനസ്സിലാവും അവൻ ട്രാക്ക് ചെയ്തത് അവനെ തന്നെ ആയിരുന്നു എന്ന്. അവന്റെ പോക്കറ്റിലായിരുന്നു ആ മൊബൈൽ. അടുത്ത സീനിൽ വാർത്തകളിൽ FBI, ഇന്റർപോളിന്റെ അശ്രദ്ധ, അവരെ രക്ഷപ്പെട്ടത് എന്നതിനെ കുറിച്ചൊക്കെ കുറ്റം പറയുവാണ്. ഡിലൻ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ആൽമ വരും. അവനെ കയ്യിൽ കിട്ടിയിട്ടും വിട്ടുകളഞ്ഞ എന്തിനെന്ന് ദേഷ്യത്തോടെ ഡിലൻ ചോദിക്കും. എനിക്ക് അവനെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓ ശരിയാ, എവിടെ നിന്നെന്ന് അറിയാതെ പെട്ടെന്ന് ഒരു ഫ്രഞ്ചുകാരി വന്ന് പാർട്ട്ണറായി നടിക്കുന്നു. എന്നിട്ട് അവൾ കള്ളന്മാരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. ശരിക്കും നീ ആരാടിന്ന് ഡിലൻ ചോദിക്കും. ഉടനെ അവൾ ഡിലന്റെ കൈ പിടിച്ച് തിരിച്ച് തല പിടിച്ച് ടേബിളിൽ വെക്കും. എന്നിട്ട് അവൾ അവനെ വിടും. അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണ പേപ്പർ എടുത്ത് ഡിലൻ നോക്കുമ്പോൾ അതിൽ അയ്യുടെ ചിത്രവും പിന്നെ കുറെ ഡീറ്റെയിൽസും ഉണ്ട്. ഇതെന്താന്ന് അവളോട് അവൻ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആൽമ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ ആർത്തറിന്റെ 2 ആള് വന്ന് ബ്രാഡ്ലിയെ ഡ്രിങ്ക്സ് കഴിക്കാൻ വിളിക്കും. അവിടെ എത്തുമ്പോൾ ആർത്ത് ചോദിക്കും ഇതിൽ തന്റെ റോൾ എന്താ, അവർ എന്ത് ചെയ്യുന്നു, അവർ എവിടെ പോകുന്നു, എല്ലാം തനിക്ക് അറിയാലോ. അതിന് ബ്രാഡ്ലി ഇതൊന്നും തന്നെ ഉദ്ദേശിച്ചല്ല, ഇതെല്ലാം ഒരു മാജിക് ആണ്. തന്റെ ശ്രദ്ധ മാറ്റി തന്നെ അവർ ഇതിലൊരു കരുവാക്കി. താനല്ലേ അവർക്ക് വേണ്ടി പണം മുടക്കി ഇതെല്ലാം ചെയ്തു കൊടുത്തത്. അടുത്തെന്താ സംഭവിക്കുന്നതെന്ന് മുമ്പിലിരുന്ന് തന്നെ കണ്ടോളൂ എന്ന് പറയും. തനിക്ക് ഞാൻ അതിന്റെ ഇരട്ടി പണം തരാം, അവരുടെ മാജിക് പൊളിച്ച് തരിപ്പണമാക്കി തരണം. അതിന് ബ്രാഡ്ലി ഒന്നും മിണ്ടില്ല. അടുത്ത സീനിൽ ഡിലന്റെ അടുത്തേക്ക് ആൽമ വന്ന് മെറിറ്റ് പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. ഞാനൊരു ഗവേഷകയാണ്. അതാണ് എനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ജോലി. ഐ എന്താണെന്ന് അവൻ ചോദിക്കും. ദി ഐ ആണ് യഥാർത്ഥ മാജിക്കിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരും അതിൽ പരിശീലിക്കുന്നവരുടെ സംരക്ഷകനും. ഇതിൽ കയറാൻ ആഗ്രഹിക്കുന്നവർ അന്ധമായി ചില ആജ്ഞകൾ അനുസരിക്കേണ്ടി വരും. ഇതിൽ ചേരാനാണോ ഹോഴ്സ്മാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഡിലൻ ചോദിക്കും. അതറിയില്ല. ബാങ്ക് കൊള്ളയടിക്കുന്നതാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് അത് ചെയ്താൽ പോരെ. അതിന് ഈ ഷോയുടെ ആവശ്യമില്ല. എന്തായാലും ഇതൊന്നും യുക്തിക്ക് നിരക്കാത്തതാണ്. യുക്തി കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. ഡിലൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുവാണ്. അവളും അവനെ നോക്കും. കാര്യം പറഞ്ഞ് ഇവരിപ്പോ ഉമ്മ വെക്കുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവർക്ക് ബോധം വീഴും. രണ്ടും അവിടെ എണീറ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞു പോകും. അടുത്ത സീനിൽ FBI-കാരുടെ കോൾ മെസ്സേജ് എല്ലാം ആരും വായിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ ലേഡി പറയും. ഡാനിയലിനെ ചോദ്യം ചെയ്യുന്ന വീഡിയോ ഫുട്ടേജ് കാണിക്കാൻ ഡിലൻ പറയും. അത് നോക്കുമ്പോൾ ചെറുക്കൻ നേരത്തെ എന്തോ എടുത്തിട്ട് ക്യാമറ നോക്കിയത് ഓർമ്മയുണ്ടോ? അത് ഈ മൊബൈൽ അടിച്ചു മാറ്റിയതായിരുന്നു. ഡിലന്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറയും. ഈ ലേഡി അതൊക്കെ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് മുന്നേ വരെ അത് ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ അവിടെ ഫോൺ, കറന്റ്, വെള്ളം എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കട്ട് ചെയ്യാൻ ഡിലൻ പറയും. ഇവിടെ നമ്മുടെ ആൾക്കാർ ആ ഫോൺ വെച്ചാണ് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാം കട്ടാവും. അവർക്ക് ഈ കാര്യം മനസ്സിലായെന്ന് ഇവർക്ക് മനസ്സിലാവും. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? പോലീസ് പിടിക്കുമോ അതോ മരണമാണോ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഇവർ തമ്മിൽ പറയും. എന്നിട്ട് അവരുടെ കയ്യിലുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന പേപ്പർ അവർ കത്തിച്ചു കളയും. FBI-കാർ ഇവരുടെ ബിൽഡിംഗ് വളഞ്ഞു. ഒരു പട തന്നെ ഉണ്ട്. അവർ അങ്ങോട്ടേക്ക് പോകാൻ നേരം ആൽമയെ അവളുടെ അധികാര പരിധി അല്ലെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകില്ല. ഇത് കണ്ടിട്ടും ഡിലൻ ഒന്നും പറയില്ല. എല്ലാവരും നേരെ മുകളിലേക്ക് പോകും. ഇവര് വന്നത് നമ്മുടെ ആൾക്കാർ കണ്ട് അവരവിടെ നിന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് വേറെ വഴിയിലൂടെ പുറത്തേക്ക് വരും. അവിടെ ഇവരെ നോക്കി ബ്രാഡ്ലി കാറിലിരിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ കാറെടുത്ത് അവിടെ നിന്ന് പോകും. അവിടെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ജാക്ക് ഇവരുടെ കൂടെ പോയിട്ടില്ല. അവൻ അവിടെ ആ പേപ്പേഴ്സ് കത്തിക്കുവാണ്. FBI തോക്കും ചൂണ്ടി അകത്തേക്ക് വരും. ഇവരവിടെ കുറെ നോക്കുമ്പോൾ ഒന്നും കാണില്ല. അപ്പോ അതാ ഒരു റൂമിൽ നിന്ന് ജാക്ക് വരുന്നു. അവൻ നേരെ മുട്ടയുടെ പിന്നിലൂടെ വന്ന് അവന്റെ വായിലൊരു തുണി തിരികെ വെച്ച് അവന്റെ കൈയും തുണി കൊണ്ട് കെട്ടി അവിടെ വാഷ് ബേസിൽ ലോക്ക് ചെയ്യും. അപ്പോഴേക്കും ഡിലൻ അങ്ങോട്ടേക്ക് വരും. പിന്നെ രണ്ടുപേരും തമ്മിൽ ഒരു കിഡിലൻ ഫൈറ്റ്. ഡിലന്റെ കയ്യിലെ വിലങ്ങ് തട്ടിപ്പറിച്ച് അത് വെച്ച് ഡിലനെ തന്നെ ലോക്ക് ചെയ്യും. എന്നിട്ട് ജാക്ക് അവിടെ നോട് രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ ഡിലൻ വിടില്ല. അവൻ ലോക്ക് ചെയ്ത തടിയും പൊട്ടിച്ച് അവന്റെ അടുത്തേക്ക് വന്ന് വീണ്ടും പൊരിഞ്ഞ ഫൈറ്റ്. ജാക്ക് അവന്റെ ആയുധമായ കാർഡ്സ് എടുക്കും. പിന്നെ ചെക്കൻ തീർ പെർഫോമൻസ് ആണ്. അവൻ അത് വെച്ച് ഡിലൻ അടിക്കാൻ തുടങ്ങും. എന്നിട്ട് അവിടെ താഴേക്ക് ഓടി ഒരു ചെറിയ തുരങ്കത്തിലൂടെ അവൻ ചാടും. ഡിലനും വിടില്ല. അവനും അതിലൂടെ എടുത്ത് ചാടും. വീണ്ടും ഓട്ടം തന്നെ. ഇവിടെ ആൽമ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെയുള്ള മറ്റൊരു കാർ എടുത്ത് അവിടെ നിന്ന് പോകും. ജാക്ക് എങ്ങനെയൊക്കെയോ പുറത്തു വരുമ്പോൾ രണ്ടുപേരും അവനെ പിടിക്കാൻ നോക്കും. അവൻ അവരെല്ലാം അടിച്ച് ലോക്ക് ചെയ്ത് ആ കാർ കൊടുത്ത് അവിടെ നിന്ന് പോകും. ഡിലൻ പുറത്തേക്ക് വരുമ്പോൾ ആൽമ കാറ് കൊണ്ടുവന്ന് അവൻ അതിനകത്തേക്ക് കയറ്റും. ഈ സമയം ബ്രാഡ്ലി കാറിലിരിക്കുന്നത് ഡിലൻ കാണും. ഇവിടെ ആൽമ നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ അത് പറയണം, അല്ലാതെ ഇമാതിരി പരിപാടി കാണിക്കരുത്. ഇനി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതെ നീ വാക്ക് തരണം. അവൻ വേറെ നിവൃത്തിയില്ലാതെ ഒക്കെ പറഞ്ഞ് പിന്നെ കാർ എടുത്ത് ജാക്കിന് പുറകെ പോകും. പിന്നീട് ഒരു വമ്പൻ ചേസിംഗ് ആണ്. ഹെലികോപ്റ്റർ മുകളിലൂടെ കാർ പോകുന്ന ദിശ എല്ലാവരോടും പറയും. അതനുസരിച്ച് ബാക്കിയുള്ളവർ വരും. നമ്മുടെ ചെക്കൻ രക്ഷയില്ലെന്ന് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡിൽ കൊണ്ട് വണ്ടി ഇടിക്കും. കാർ 3-4 മറിയൊക്കെ മറിഞ്ഞ് അവിടെ കിടക്കുമ്പോൾ ഡിലൻ അങ്ങോട്ടേക്ക് വന്ന് അവനെ അതിനകത്തുനിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകാൻ നോക്കും. അവിടുത്തെ അപകടം മനസ്സിലാക്കി മുട്ട വന്ന് ഡിലനെ അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് പോകും. ആ സമയം ജാക്കിന്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ എടുക്കുന്നുണ്ട്. അവരങ്ങോട്ടേക്ക് മാറുന്നതും ഈ കാർ പൊട്ടിത്തെറിക്കും. വീണ്ടും വാർത്തകളിൽ
ഒരു സംഘം മജീഷ്യന്മാരുടെ കഥയിൽ ഒരു ഇരുണ്ട അധ്യായമാണ് കുറിക്കപ്പെട്ടിട്ടുള്ളത്. 4 ഹോഴ്സ്മാൻ എന്ന ടീമിലെ ആളായിരുന്നു ഇത്. ബാക്കി 3 പേർ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. ഇതെല്ലാം നമ്മുടെ ആൾക്കാരും കാണുന്നുണ്ട്. അടുത്ത സീനിൽ ബ്രാഡ്ലി ഡിലനെ വിളിച്ച് നിന്റെ കൂടെ തന്നെ ചാരനുണ്ട്, ഇന്റർപോൾ പെട്ടെന്ന് ഒരു സഹായിയെ നിനക്ക് അയച്ചത് തെറ്റായിട്ട് തോന്നുന്നില്ലേ? പുള്ളി ഉദ്ദേശിച്ചത് ആൽമയാണ്. അവൾ വന്നപ്പോ തൊട്ട് ഒരു സ്ട്രേഞ്ച് ഫീൽ. ഇതിൽ നിനക്കെന്താ ലാഭമെന്ന് ഡിലൻ തിരിച്ചു ചോദിക്കും. ഞാൻ അവരുടെ മാജിക് പൊളിക്കാൻ ശ്രമിക്കുവാണെന്ന് അയാൾ പറയും. ഡിലൻ ആൽമയെ നോക്കുമ്പോൾ അവൾ അവിടെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. അവൻ അവിടെ ചെന്ന് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ബോസ് അടുത്ത് അവർ കൊള്ളയടിക്കാൻ സാധ്യതയുള്ള ഒരു വാൾട്ട് കണ്ടുപിടിച്ചു. ആ സമയം ആൽമ ഇടയിൽ കയറി സംസാരിക്കും. ഡിലൻ ഇത് കണ്ട് ദേഷ്യപ്പെട്ട് ഞാൻ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല, അവരോടാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ കേസ് വേറെ ടീം ഏറ്റെടുക്കാൻ പോകുന്നു. എല്ലാം കൊണ്ട് ഡിലൻ ഇപ്പൊ പെട്ടിരിക്കുവാണ്. അവൻ ആൽമയോട് നീ എന്തിനാ ഈ കേസ് ഏറ്റെടുത്തെന്ന് ചോദിക്കും. വിശ്വാസമുണ്ടിൽ പർവ്വതങ്ങളെ പോലും നീക്കാൻ കഴിയും. നമുക്ക് ഹോഴ്സ്മാനെ പിടിക്കണമെങ്കിൽ താൻ എന്നെ കുറച്ചെങ്കിലും വിശ്വസിക്കണം. ഈ കേസ് എന്റെ കൈവിട്ട് പോവാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ വിശ്വസിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഡിലൻ അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ ഹീറോസിനെ കാണിക്കും. ജാക്ക് മരിച്ച സങ്കടത്തിലാണ് അവർ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത് നമ്മൾ തുടങ്ങി വെച്ചത് നമ്മൾ എല്ലാവരെക്കാളും വലിയൊരു കാര്യമാണെന്നും ഞങ്ങൾക്കിനി അത് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നും പറയാനാണ്. ഞങ്ങൾക്കത് ചെയ്ത് തീർത്തേ പറ്റൂ. FBI ടീം വാൾട്ടിനകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ പണമില്ല. എന്ത് ചെയ്തെന്ന് അവിടുത്തെ ആളോട് ചോദിക്കുമ്പോൾ അത് ട്രക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുവാന്ന് അയാൾ പറയും. ട്രക്കിനടുത്തേക്ക് വന്ന് ഈ പണം എവിടെയാ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കും. ഇതിന്റെ പുറകെ നമുക്കും പോകണം. എന്നിട്ട് ഇവർ പോകുന്ന വഴിയിൽ ഹീറോസ് ഇട്ട വീഡിയോ ഇവർ കാണും. പണം കൊണ്ടുവന്ന് വെക്കുന്ന വാൾട്ടിനടുത്തേക്ക് എത്തുമ്പോൾ അവിടേക്ക് ബ്രാഡ്ലി വരും. ഇവർ ഇത് കണ്ട് താനാണോ 5ാമത്തെ ഹോഴ്സ്മാൻ എന്ന് ചോദിക്കും. അതിനയാൾ നിങ്ങളൊക്കെ ഇപ്പോഴും പൊട്ടന്മാരാണോ? ഇവിടെ വെച്ചാണ് പണ്ട് ശ്രേക്ക് പരിശീലനം നടത്തിയിരുന്നത്. ഇവിടെയായിരുന്നു ഞാൻ ആദ്യ ഷോയും ചെയ്തത്. ഇനിയും വിശ്വാസമില്ലെങ്കിൽ അത് തുറന്നു നോക്കാൻ പറയും. ഇവർ അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഫുള്ള് ബലൂൺ മാത്രം. ഇത് കണ്ട് ബ്രാഡ്ലി അവർ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു. അടുത്ത സീനിൽ ഷോ തുടങ്ങാറായി. ഇത്തവണ സ്റ്റേജ് ഷോ അല്ല, പകരം ന്യൂയോർക്ക് സിറ്റിയെ തന്നെ അത്ഭുതപ്പെടുത്തി അവർ അവിടുത്തെ ബിൽഡിംഗിൽ ബിഗ് സ്ക്രീൻ ലൈവ് വരുന്നു. അത് കണ്ടിട്ട് തന്നെ ആളുകൾ ഞെട്ടിയിരിക്കുവാണ്. അവിടേക്ക് FBI ടീമും ബ്രാഡ്ലിയും വരും. ആളുകളോട് ഡാനിയൽ പറയും ഇന്ന് നമ്മുടെ അവസാന ഷോയാണ്. ഇന്നത്തെ രാത്രി ചരിത്രത്തിൽ എഴുതപ്പെടും. അതുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ അവസാന പ്രകടനത്തിൽ ചില കാര്യങ്ങൾ ശരിയാക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് ഹെൻലി പറയും. എന്തൊക്കെയാ നടക്കുന്നതെന്ന് FBI-ക്കാർക്ക് മനസ്സിലാവുന്നില്ല, കൂടെ നമുക്കും. പക്ഷെ നിങ്ങൾക്ക് ഞാനുണ്ട്. എല്ലാം മനസ്സിലാക്കിപ്പിച്ചിട്ടേ ഞാൻ നിർത്തും. FBI ടീം അവർ മുകളിലാണെന്ന് പറഞ്ഞ് അവരെ പിടിക്കാൻ അങ്ങോട്ടേക്ക് പോകും. അവിടേക്ക് ആൽമ വന്ന് ഡിലനോട് നീ തെറ്റായ സ്ഥലത്തേക്കാണ് പോകുന്നത്, ഒരു തവണ നീ എന്നെ വിശ്വസിക്ക്, എന്റെ കൂടെ വരാൻ പറയും. അവൻ അവളുടെ കൂടെ പോകും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് ഹീറോസിനെ കാണിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഹെൻലി ചോദിക്കും. അറിയില്ല, ഈ ഷോ കഴിയുന്നതോടുകൂടി നമുക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവസാനിക്കും. ഇനി അഥവാ അങ്ങനെ ഒരു ഇല്ലെങ്കിൽ അടുത്ത 20 വർഷം ജയിലിൽ കഴിയേണ്ടി വരും. FBI ടീം മുകളിൽ സ്റ്റേജിൽ വന്ന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ ആൾക്കാർ ആരുമില്ല. പകരം അവരുടെ രൂപത്തിലെ ഡെമ്മികൾ അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൽമയും ഡിലനും അവരുടെ വഴി വന്ന് നോക്കുമ്പോൾ ഹീറോസ് നിന്നിരുന്ന സ്ഥലത്ത് ലൈറ്റ്, ക്യാമറ എല്ലാം ഉണ്ട്. എന്നാൽ അവർ മാത്രമില്ല. നമ്മുടെ ആൾക്കാർ അടുത്ത സ്ഥലത്തെത്തി. ഇന്നത്തെ നമ്മുടെ ഷോ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. 3 പേരും മുകളിൽ ഒന്നിച്ച് അവിടെ നിന്ന് താഴേക്ക് എടുത്ത് ചാടും. ഡിലൻ അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതും ആൽമ അത് തട്ടിമാറ്റും. ഹോഴ്സ്മാൻ അവിടെ നിന്ന് ചാടുന്നതും അവർ തന്നെ പണമായി മാറി അവിടെ മുഴുവനും പണം കൊണ്ട് മഴ പെയ്യ്ക്കും. ഡിലൻ ആൽമയോട് താൻ പറഞ്ഞത് ശരിയാ, ഇത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നതല്ലായിരുന്നു. ഇത്തവണ ഞാൻ ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞത് കൊണ്ട് എനിക്ക് സങ്കടം തോന്നുന്നു അവൾ പറയും. അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞു അല്ലേ എന്ന് പറഞ്ഞ് 2 പേരും കണ്ണിൽ നോക്കി ചുണ്ടോട് ചുണ്ട് ചേർത്ത് ഉമ്മ വയ്ക്കും. ആ സമയം മൊട്ട അങ്ങോട്ടേക്ക് വന്ന് അവിടെയുള്ള പണം എടുത്ത് ഡിലനെ കാണിക്കും. അത് ഫേക്ക് നോട്ടാണ്. അപ്പോൾ ഒറിജിനൽ പണം എവിടെ പോയി എന്ന് ചിന്തിക്കുന്ന സമയം അവിടെയാണ് ട്വിസ്റ്റ്. ബ്രാഡ്ലി വന്ന് അയാളുടെ കാർ ഓപ്പൺ ആക്കുന്നതും അതിൽ മുഴുവൻ പണം. എന്നാൽ ഉടനെ തന്നെ പോലീസ് അവിടേക്ക് വന്ന് അയാൾ അറസ്റ്റ് ചെയ്യും. അടുത്ത സീനിൽ ബ്രാഡ്ലിയുടെ അടുത്തേക്ക് ഡിലൻ വരും. എന്നെ കുടുക്കിയതാണ്, അതെനിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് അയാൾ പറയും. ഞാൻ പറഞ്ഞതുപോലെ താൻ വിഡ്ഢിയാകാൻ വീണ്ടും അവരുടെ മുന്നിൽ ചെന്നു. അതിന് ഡിലൻ തൻ്റെ ഈ നാടകമൊക്കെ ഒന്ന് നിർത്താമോ, ഇവിടെ ക്യാമറയൊന്നും ഓടുന്നില്ല, എനിക്ക് ഇയാളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ബാക്കി ആൾക്കാരെ ഡിലൻ അവിടെ നിന്ന് പറഞ്ഞു വിടും. അവർ ഡിലനെ അകത്ത് നിർത്തി പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അവരത് എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയാം. 2ാമത്തെ ഷോയിൽ അവരൊരു മുയലിനെ വെച്ച് ചെയ്ത മാജിക് ഓർമ്മയുണ്ടോ? ആ പെട്ടി കാലിയായിരുന്നില്ല, അതുപോലെ തന്നെ ആ സേഫും കാലിയായിരുന്നില്ല. ഗോഡൌണിലേക്കുള്ള ആക്സസ് നേടിയതിനു ശേഷം അവർ യഥാർത്ഥ സേഫ് അവിടെ തന്നെ വെച്ചിട്ട് ആ മുറിയെ വലിയൊരു പെട്ടിയാക്കി മാറ്റി. താൻ നേരെ ചെന്ന് അവിടെ നോക്കിയപ്പോൾ സേഫ് നേരത്തെ തന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് തോന്നിപ്പിച്ചു. അതാണ് അവരുടെ ട്രിക്ക്. നിങ്ങൾ ട്രക്കിലെ ബലൂൺ നോക്കിയിരിക്കുന്ന സമയം ഒരാൾ സേഫിനകത്തേക്ക് കയറി. അതാരാണെന്ന് ചോദിക്കുമ്പോൾ അപ്പോണ്ട് അടുത്ത ടെസ്റ്റ്, അത് മറ്റാരുമല്ല, ജാക്ക് വൈൽഡർ. ഇത് കേട്ട് ഡിലൻ അതിന് വഴിയില്ല, അവൻ എന്റെ മുന്നിൽ വെച്ചാണ് മരിച്ചത്. അതിന് ബ്രാഡ്ലി അവൻ മരിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവർ ഒരു സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. ഒന്നും പൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതാവായിരുന്നു നമ്മുടെ ചെക്കൻ ജാക്ക്. അവൻ മരിച്ചിട്ടില്ല. ഇവിടെ ബ്രാഡ്ലി അവൻ രക്ഷപ്പെട്ടത് FBI-യുടെ സാധാരണ കാറിലല്ലേ. അവിടെ മറ്റുള്ള ഹോഴ്സ്മാൻ അതുപോലെയുള്ള മറ്റൊരു കാറുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ കൺമുന്നിൽ നിന്നും മറയാൻ അവർക്ക് 1 സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. അപ്പോഴേക്കും അവർ ആ കാർ മാറ്റിയിരുന്നു. താൻ കത്തിക്കൊണ്ടിരുന്ന കാറിൽ രക്ഷിക്കാൻ നോക്കിയത് മോർച്ചറിയിൽ നിന്നുള്ള ഒരു ശവത്തെയായിരുന്നു. ഇത് കേട്ട് ഡിലൻ എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കാരണം? വേറെ ഒരാളെ കൊടുക്കാനാണോ? അതെനിക്ക് അറിയില്ല എന്ന് ബ്രാഡ്ലി പറയും. അവരെടുത്ത പണമൊന്നും അവർ ഒരിക്കലും സ്വന്തമാക്കിയിട്ടില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ അവസാനം ലയൺസ് റേക്കിനെ കുറിച്ച് അന്വേഷിച്ചു. അയാളുടെ ശ്രമവും
അതിനകത്തുണ്ടായ അപകടവും. ഇൻഷുറൻസ് തുക കുടുംബത്തിന് കൊടുക്കാത്ത ഇൻഷുറൻസ് കമ്പനി ടെസ്ലർ കമ്പനിയായിരുന്നു. ആ പണം കൈവശം വെച്ച ബാങ്ക് പാരീസിലെ ക്രെഡിറ്റ് റിപ്പബ്ലിക്കനായിരുന്നു. വീണ്ടും നമ്മുടെ ഹീറോസിനെ കാണിക്കും. അവരിപ്പോ ഒരു സെൻട്രൽ പാർക്കിലാണ്. അവിടെ ലയൺ ശ്രേക്കിന്റെ മരം കാണും. അതിനകത്ത് ചില്ലുകൂട്ടിൽ വെച്ചിരിക്കുന്ന ശ്രേക്കിന്റെ കാർഡും കാണും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഇവർ ആലോചിക്കുന്ന സമയം ഇവരുടെ 4 പേരുടെയും കയ്യിലെ കാർഡ് എടുത്ത് ഇവർ ഒരുമിച്ച് വെക്കും. അതൊരൊറ്റ കാർഡാക്കി മരത്തിലെ കാർഡിലേക്ക് കാണിക്കുന്നതും അവിടെ മൊത്തം വെളിച്ചം തെളിയും. ഇവിടെ വീണ്ടും ഡിലനെ കാണിക്കും. ഇതിന്റെ തിയറി എന്താണെന്ന് വെച്ചാൽ ഐതിഹ്യം അനുസരിച്ച് ദി ഐ എല്ലായിടത്തും ഉണ്ട്. തന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം ദി ഐയുടെ ഭാഗമാകണമെന്നായിരുന്നു. പക്ഷെ തന്നെ ഒരിക്കലും അവർ ക്ഷണിച്ചില്ല. അതുകൊണ്ട് താൻ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പകരം എന്താ ഉണ്ടായത്? നിങ്ങൾ അവരെ ദേഷ്യത്തിന്റെ അങ്ങേയറ്റം എത്തിച്ചു. ദി ഐ എന്നത് ശരിക്കുമുള്ളതല്ല എന്ന് ബ്രാഡ്ലി പറയും. അതിന് ഡിലൻ ഓക്കെ എന്നാ താൻ പറയേ, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാ? ഈ ചിന്ത മനസ്സിൽ നിന്നും കളയാനാകാത്ത ഒരാൾ, എല്ലാം ത്യജിക്കാൻ വരെ തയ്യാറായ ഒരാൾ, ട്രിക്ക് ചെയ്ത് തീരുന്നത് വരെ സംശയിക്കാൻ പോലും സാധ്യതയില്ലാത്ത ഒരാൾ. അതിന് ഡിലൻ എനിക്ക് അയാളുടെ രൂപരേഖയല്ല വേണ്ടത്, ഒരു പേരാണ്. ആരാണത്? അതാരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഗോഡൌണിൽ കയറി കണ്ണാടി വെക്കണമെങ്കിൽ അതിന് കയറാനുള്ള ആക്സസ് ഉണ്ടായിരിക്കണം. എപ്പോഴും എന്നെക്കാളും FBI ഒരു പടി മുന്നിലായിരുന്നു അയാൾ. ഇതൊക്കെയും ബ്രാഡ്ലി പറഞ്ഞു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ട്വിസ്റ്റ് പൊട്ടുന്നത് ഇതിന്റെ എല്ലാ മാസ്റ്റർ മൈൻഡ് ദി 4 ഹോഴ്സ്മാനെ പിടിക്കാൻ നടക്കുന്ന FBI ഏജന്റ് ഡിലൻ തന്നെയാണ്. ഇയാൾ നോക്കുമ്പോൾ ഡിലനെ കാണില്ല. ഡിലൻ ആ പൂട്ടിയിരുന്ന സെല്ലിന്റെ പുറത്തേക്ക് വരും. ബ്രാഡ്ലിക്ക് കാര്യം മനസ്സിലാവും. നീയാണോ ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ചോദിക്കും. അതിനവൻ അതേന്ന് പറയും. എന്തിനായിരുന്നു എന്ന് ബ്രാഡ്ലി ചോദിക്കും. തന്റെ മുഖത്തെ ഈ ഭാവം കാണാൻ എത്ര നാളായി കാത്തിരിക്കുവാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നീ ആരാ? എന്നിൽ നിന്ന് എന്താണ് നിനക്ക് വേണ്ടതെന്ന് അയാൾ വീണ്ടും ചോദിക്കും. എനിക്ക് വേണ്ടത് താൻ ഇനി ശേഷിക്കുന്ന കാലം മുഴുവൻ അത് മിസ്സായി ഇത് മിസ്സായി എന്നും പറഞ്ഞ് തന്റെ ഈഗോ കാരണം താൻ അന്ധനായിരുന്നു എന്നും നീ ഒരുപാട് പുറകിലായിരുന്നിട്ടും എല്ലാരെക്കാളും നീ മുന്നിലാണെന്ന് വിശ്വസിച്ചതും ഓർത്ത് 4 ചുമരും നോക്കി ഇരുമ്പഴയ്ക്കുള്ളിൽ കിടക്കണമെന്ന് പറഞ്ഞ ഡിലൻ അവിടെ നിന്ന് പോകും. എന്തിനായിരുന്നു നീ ഇതൊക്കെ ചെയ്തത്? എന്തിനാന്ന് പറഞ്ഞിട്ട് പോകുന്നു ബ്രാഡ്ലി അവിടെ കിടന്ന് വിളിച്ചു പോകും. ഡിലൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോകും. നമ്മുടെ ആൾക്കാരെ അവരുടെ മാജിക്കുകളുടെ ഇടയിൽ അവരെ വാച്ച് ചെയ്തതും അവരെ ഇതിനു വേണ്ടി നിയമിച്ചതും ഓരോ നിർദ്ദേശം കൊടുത്തതും എല്ലാം ഡിലൻ തന്നെയായിരുന്നു. അടുത്ത സീനിൽ 4 ഹോഴ്സ്മാനെ കാണിക്കും. അവിടെ നോക്കുമ്പോൾ ഡിലനെ കണ്ട് അവരും ഞെട്ടിപ്പോകും. ഒട്ടും വിശ്വസിക്കാനേ കഴിയുന്നില്ലെന്ന് മെറിറ്റ് പറയും. ഡിലനെ തല്ലിയതിന് ജാക്ക് അവനോട് സോറി പറയും. ഉടനെ മെറിറ്റ് എനിക്കിതിൽ 100% വിശ്വാസമായിരുന്നു, എന്നാൽ ഇവരെയൊക്കെ ഇതിൽ പിടിച്ചു നിർത്താൻ ഞാൻ പെട്ട പാട്, എല്ലാവരെയും ഇതിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് ഡിലൻ പറയും. നിങ്ങൾ 4 പേരും യഥാർത്ഥ മാജിക് ആക്ട് പ്രകാരം ഒരുമിച്ച് പ്രവർത്തിച്ച് അത് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ദി ഐയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹീറോസ് 4 പേരും അവരുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നു. അടുത്ത സീനിൽ ആൽമയെ കാണിക്കും. അവളുടെ അടുത്തേക്ക് ഡിലൻ വന്ന് ക്രെഡിറ്റ് റിപ്പബ്ലിക്കൻ, ടെസ്ലർ ഇൻഷുറൻസ് അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടവയായിരുന്നു. എൽക്ക് ഹോണും ശ്രേക്കും തമ്മിൽ എന്താ ബന്ധമെന്ന് അവൾ ചോദിക്കും. എൽക്ക് ഹോൺ തുടങ്ങിയത് ഒരു സേഫ് നിർമ്മിച്ചുകൊണ്ടായിരുന്നു. ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഉരുക്കുകൊണ്ട് അദ്ദേഹം നദിയുടെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ സേഫ് ചുളുങ്ങി. അദ്ദേഹം അതിനകത്ത് തന്നെ പെട്ടുപോയി. അപ്പോൾ ഉണ്ട് അടുത്ത ട്വിസ്റ്റ്. ആൽമ ഡിലനോട് ചോദിക്കും, നിന്റെ അച്ഛനായിരുന്നില്ലേ അത്? ആൽമയ്ക്ക് എല്ലാ കാര്യവും മനസ്സിലാവും ഡിലൻ ആയിരുന്നു ഇതിന്റെ പിന്നിലെന്ന്. എന്നാലും അവൾക്ക് അവനെ ഇഷ്ടമാണ്. അവരുടെ പ്രണയം അവിടെ തുടങ്ങുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഡിലൻ പറയുമ്പോൾ അവിടെ വെച്ച് നവ് യു സീ മീ എന്ന സിനിമ അവസാനിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ദി ഐ എന്നത് ലോകത്തിലെ മികച്ച മജീഷ്യന്മാർ, പലതരം അടവുകൾ അറിയാവുന്നവർ, ഒരുപാട് ചിന്തിക്കുന്നവർ എന്നിവരെ മാത്രം സെലക്ട് ചെയ്ത് ഉൾപ്പെടുത്തുന്ന ഒരു സീക്രട്ട് ടീമാണ്. മാജിക്കിലൂടെ നീതി നടപ്പാക്കണം എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഇതിൽ നേരിട്ട് ജോയിൻ ചെയ്യാൻ കഴിയില്ല. ഐ തന്നെ അവരെ തിരഞ്ഞെടുക്കും. ഒരു മജീഷ്യൻ എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ദി ഐ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹോഴ്സ്മാൻ എല്ലാവരും ദി ഐയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ആകർഷിക്കപ്പെട്ടവരാണ്. അവർ അതിലേക്ക് എത്താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഐയുടെ നിർദ്ദേശം പാലിച്ചു എല്ലാം ചെയ്തു. ഇനി ഡിലൻ എന്ന മാസ്റ്റർ മൈൻഡ്. ഡിലന്റെ അച്ഛനായിരുന്നു ശ്രേക്ക്. പുള്ളി ഒരു മജീഷ്യൻ ആയിരുന്നു. അയാളുടെ കരിയർ സേഫ് ആക്കാൻ വേണ്ടി എൽക്ക് ഹോൺ എന്ന കമ്പനിയിൽ വലിയൊരു എസ്കേപ്പ് ആക്ട് ചെയ്യാൻ അയാൾ തീരുമാനിക്കും. ഒരു ബോക്സിനകത്ത് ആളെ ആക്കി നദിയിലേക്ക് തള്ളിയിടും. അത് തുറന്നു പുറത്തു വരണം, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ശ്രേക്കിന് അതിന് കഴിഞ്ഞില്ല. അയാൾ മരിച്ചു. ഡിലന്റെ മനസ്സിൽ 3 പ്രതികാരങ്ങൾ. എൽക്ക് ഹോൺ സേഫ് കമ്പനി, ടെസ്ലർ ഇൻഷുറൻസ് കമ്പനി ഒരു കോമ്പൻസേഷനും കൊടുത്തില്ല. പിന്നെ ബ്രാഡ്ലി തന്റെ അച്ഛന്റെ മാജിക് ട്രിക്ക് എല്ലാം പൊളിച്ചു കാട്ടി പബ്ലിക്കിൽ അദ്ദേഹത്തെ അപമാനിച്ചു. അതുകൊണ്ടാണ് ശ്രേക്ക് മുഴുവനായിട്ടും ഡേഞ്ചറസ് ആക്ട് ചെയ്യാൻ തയ്യാറായത്. സോ ഡിലൻ 4 ഹോഴ്സ്മാനെ വെച്ച് ആദ്യ ഷോയിൽ ഇൻഷുറൻസ് തുക ക്രെഡിറ്റ് റിപ്പബ്ലിക്കൻ ബാങ്കിൽ നിന്നും എടുത്ത് ജനങ്ങൾക്ക് നൽകി. രണ്ടാമത്തെ ഷോയിൽ ആർത്തിന്റെ സമ്പാദ്യമെല്ലാം കൊള്ളയടിച്ച് അതും അവരാൽ ഒന്നും ചെയ്തു കൊടുക്കാത്ത ആളുകൾക്ക് നൽകി. മൂന്നാമത്തെ ഷോയിൽ അവർ അവസാന ഷോ നടത്തി പോകുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് വാനിഷാവും. അവസാനം ഈ മാജിക് ട്രിക്ക് പൊളിക്കാൻ നോക്കുന്ന ബ്രാഡ്ലിയെ ഡിലൻ കൊടുക്കുന്നു. അയാളും ജയിലിലാകുന്നു. തന്റെ അച്ഛന്റെ പ്രതികാരവും നീതിയുമാണ് ഡിലൻ ഇവിടെ നടപ്പാക്കിയത്. ഇനിയും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റിൽ എഴുതി ചോദിച്ചോളൂ. ഈ സിനിമ കുറച്ച് തല കറങ്ങി കുഴഞ്ഞ പടമാണ്, പക്ഷേ ഒരു രക്ഷയില്ലാതെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഒരു വട്ടമെങ്കിലും ഈ സിനിമ ഒറിജിനൽ വെർഷൻ കാണാൻ നിങ്ങൾ നോക്കണം. മാജിക്കിന്റെ ഒരു മായാജാലം തന്നെ ഇതിൽ കാണാൻ സാധിക്കും. അതൊക്കെ ഞാനിവിടെ എത്രത്തോളം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും സിനിമ എല്ലാവർക്കും ഇഷ്ടമായി
മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾ ആരെയാണ് സംശയിച്ചെന്ന് കമന്റിൽ രേഖപ്പെടുത്തൂ. അടുത്ത് നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു കോമഡി മൂവി ചെയ്താലോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കമന്റിൽ എഴുതി അറിയിക്കൂ. കൂടാതെ നമ്മുടെ മുത്തുകളെല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ സുൽത്താൻ ക്രിയേഷൻസ്.